2016 ആണ്ടിലെ അർത്തിൽ സെൻറ് ജോർജ് ഓർത്തഡോക്സ് മഹാ ഇടവകയിലെ വലിയ പെരുന്നാളിനോടനുബന്ധിച്ച് 6ാമത് NRI റിട്ടേൺസിൻ്റെ ജോർജിയൻ അവാർഡ് ദാന സമ്മേളനം ഇവിടെ ആരംഭിക്കുകയാണ്. ഈ യോഗത്തിന് സ്വാഗതം ആശംസിക്കുവാനായിട്ട് മിസ്റ്റർ VD മാത്യുവിനെ ക്ഷണിക്കുന്നു. ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പന്തളം അർത്തിൽ സെൻറ് ജോർജ് ഓർത്തഡോക്സ് മഹാ ഇടവകയിലെ NRI ആൻഡ് റിട്ടേൺസ് അസോസിയേഷൻ്റെ ജോർജിയൻ അവാർഡ് ദാനം ചടങ്ങാണ് ഇവിടെ നടക്കപ്പെടുന്നത്. ആധ്യാത്മിക നിറവിൽ പരിലസിക്കുന്ന ഈ ദേവാലയം പ്രവാസി ജീവിതങ്ങളുടെ ഇടയിലൂടെ കടന്നു പോകുന്ന ഈ ദേവാലയം NRI അസോസിയേഷൻ്റെ ആഭിമുഖ്യത്തിൽ നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഈ ഇടവകയിൽ കാഴ്ചവെക്കുവാൻ സംഗതി വന്നു. കഴിഞ്ഞ 4-5 വർഷങ്ങൾക്ക് മുമ്പ് ഏകദേശം 10 ലക്ഷം രൂപ മുടക്കി ഇടവക അംഗത്തിനൊരു ഭവനം നിർമ്മിച്ചു കൊടുക്കുകയുണ്ടായി. അതിനോടനുബന്ധിച്ച് ഇപ്പോൾ ഏകദേശം 5 ലക്ഷം രൂപ മുടക്കി ഒരു ഭവനത്തിൻ്റെ പൂർത്തീകരണം നടന്നു വരുന്നു. സാമൂഹിക ആധ്യാത്മിക മണ്ഡലങ്ങളിൽ ഇടവക തലത്തിലും സാമൂഹ്യ തലത്തിലും ഈ ഇടവകയിലെ NRI ആൻഡ് റിട്ടേൺ അസോസിയേഷൻ ചെയ്യുന്ന നിസ്തുലമായ സേവനം അത് സ്വാഗതാർഹമാണ്. സമൂഹത്തിൽ നിർദ്ധരായി അനുഭവിക്കുന്ന ആൾക്കാരുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തുകൊണ്ടും ഇടവക തലത്തിൽ ആത്മീയമായ പുരോഗതിക്ക് വേണ്ടി ഇടവകയിലെ ന്യൂനതകളായ പരിഷ്കാരങ്ങൾ ആവിഷ്കരിച്ചുകൊണ്ടും ഈ ഇടവകയിലെ NRI ആൻഡ് റിട്ടേൺ അസോസിയേഷൻ അതിൻ്റെ ജൈത്രയാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കൂടുതലായി ദീർഘിപ്പിക്കുന്നില്ല, എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ആദ്യമായി എനിക്ക് സ്വാഗതം ആശംസിക്കാനുള്ളത് ഈ പൊതുസമ്മേളനത്തിൻ്റെ അധ്യക്ഷവേദി അലങ്കരിക്കപ്പെടുന്നത് ആദരണീയ നമ്മുടെ ഇടവക വികാരി റവറൻ ഫാദർ ജിബു ഫിലിപ്പച്ചനാണ്. ഇടവകയുടെ സർവോത്മമായ പുരോഗതിക്ക് വേണ്ടി കഴിഞ്ഞ 3 വർഷക്കാലം അച്ഛൻ്റെ പ്രവർത്തനം വളരെ ശ്ലാഘനീയമാണ്. പുരോഗതിയുടെ പാതയിലേക്ക് എന്നും നയിച്ചുകൊണ്ടിരിക്കുന്ന അച്ഛൻ്റെ ദീർഘവീക്ഷണം വളരെ സ്തുത്യർഹവുമാണ്. ഈ അവസരത്തിൽ ബഹുമാനപ്പെട്ട ഇടവികാരി റവറൻ ജിബു ഫിലിപ്പച്ചന് ഈ പൊതുസമ്മേളനത്തിലേക്ക് ആർദ്രമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഈ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യപ്പെടുന്നതും പൊതുസമ്മേളനത്തിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തപ്പെടുന്നതും മാർത്തോമാ സഭയുടെ സീനിയർ മെത്രാപ്പൊലീത്ത ഞങ്ങൾ ക്ഷണിക്കുമ്പോൾ തന്നെ കഴിഞ്ഞ വർഷം ഇവിടെ വരാമെന്നേറ്റിരുന്നു. ഏതോ സാഹചര്യത്തിൽ പറ്റിയില്ല. ഈ വർഷം ഞങ്ങൾ തിരുമേനി ക്ഷണിക്കുമ്പോൾ തന്നെ 1 മണിക്കൂറോളം ഞങ്ങളോടിരുന്ന് നർമ്മ സല്ലാപം നടത്തിയുണ്ടായി. തിരുമേനിയുടെ വാർദ്ധക്യത്തിൻ്റെ അവസ്ഥയിലൊക്കെയും നല്ല ചാരിതാർത്ഥ്യത്തോടുകൂടി സംഭാഷണ ശൈലി തിരുമേനി അവിടെ നിറളപ്പെടുകയുണ്ടായി. ഇപ്പോൾ 99ാം പിറന്നാൾ ആഘോഷിക്കുന്ന അഭിമന്യ മെത്രാപ്പൊലീത്തായ്ക്ക് അർത്തിൽ മഹാ ഇടവകയുടെയും അർത്തിൽ NRI ആൻഡ് റിട്ടേൺ അസോസിയേഷൻ്റെയും ജന്മദിന ആശംസിക നേരുകയും ചെയ്യുന്നു. കൂടുതൽ കൂടുതൽ ദീർഘായുസ് വന്യപിതാവിന് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നർമ്മരസങ്ങളുടെ ദൈവിക വചന ലോകത്തിന് ചൊരിഞ്ഞു എന്ന ഒരു ദിവ്യ ആത്മാവ് ആത്മീയ ഗുരുനാഥൻ സമർപ്പണത്തോടുകൂടിയുള്ള ജീവിതം
എളിമയുടെയും കാരുണ്യത്തിന്റെയും പ്രതീകം ഞങ്ങളുടെയൊക്കെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന് ഈ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യപ്പെടുന്നതും അതിനോടനുബന്ധിച്ച് മുഖ്യപ്രഭാഷണം ചെയ്യപ്പെടുന്നതുമായ അഭിമന്യ ഡോക്ടർ പീലിപ്പോസ് മാർ ക്രിസ്റ്റോസ്റ്റം വലിയ മെത്രാപ്പോലീത്തായ്ക്ക് ഈ പൊതുസമ്മേളനത്തിലേക്ക് ആർദ്രമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഈ വർഷത്തെ ജോർജിയൻ അവാർഡ് ദാനം ഏറ്റുവാങ്ങുവാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ഡോക്ടർ കുര്യൻ ജോൺ മേളാപ്പറമ്പിൽ അവറുകളാണ്. സാറിനെ ഞങ്ങൾ ക്ഷണിച്ചപ്പോൾ തന്നെ വളരെ സന്തോഷത്തോടുകൂടി ഈ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നു. ഈ വർഷത്തെ 6ാമത് ജോർജിയൻ NRE അവാർഡ് ഏറ്റുവാങ്ങുവാൻ വേണ്ടി എത്തിച്ചേർന്നിരിക്കുന്ന മലങ്കര ഓർത്തഡോക്സ് സഭ അംഗവും ജീവകാരുണ്യ പ്രവൃത്തിയിലൂടെ മേളം ചാരിറ്റീസ് സ്വന്തമായി തുടങ്ങിയ വ്യവസായങ്ങളിൽ നിന്നും തനിക്ക് ലഭിക്കുന്ന വരുമാനത്തിന്റെ ഗണ്യഭാഗവും കേരളത്തിലെ നിർധനരായ 1.5 ലക്ഷത്തിൽ പരം രോഗികൾക്ക് സൗജന്യ ചികിത്സാ സഹായം ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നു. അകത്തും പുറത്തും 10,000-ഓളം വിവിധ ആശുപത്രികളിൽ ചാരിറ്റബിളുമായി ബന്ധപ്പെട്ട് സഹകരിച്ച് പ്രവർത്തിക്കുന്നു. 20-ൽ പരം ദേശീയ അന്തർദേശീയ അവാർഡുകൾ കരസ്ഥമാക്കിയിട്ടുള്ള ശ്രീ കുര്യൻ മേളാപ്പറമ്പിൽ അവറുകൾക്ക് 2010 മികച്ച ജീവകാരുണ്യത്തിന് പ്രവർത്തനത്തെ പരിഗണിച്ച് ഭാരത സർക്കാർ പത്മശ്രീ അവാർഡ് നൽകപ്പെടുകയുണ്ടായി. ക്ഷണം സ്വീകരിച്ച് തക്ക സമയത്ത് തന്നെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ഈ ജോർജിയൻ അവാർഡ് ദാനം ഏറ്റുവാങ്ങാൻ വേണ്ടി എത്തിച്ചേർന്നിരിക്കുന്ന ഡോക്ടർ കുര്യൻ ജോൺ മേളാപ്പറമ്പിൽ അവറുകൾക്ക് ഈ പൊതുസമ്മേളനത്തിലേക്ക് ആർദ്രമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്തതായിട്ട് ആശംസ അർപ്പിക്കാൻ വേണ്ടി എത്തിച്ചേർന്നിരിക്കുന്ന നമ്മുടെ ഇവിടെ ഇടവക അംഗമായ റവറൻഡ് ഫാദർ ഷാജി പി ജോൺ അച്ഛനാണ്. നാഗപ്പൂരിന് വേണ്ടി ഈ പെരുന്നാളിന് വേണ്ടി ഇവിടെ സംബന്ധിക്കാൻ വേണ്ടി എത്തിച്ചേർന്നിരിക്കുന്നു. പെരുന്നാളിൻ്റെ എല്ലാവിധമായ ആശംസകളും അച്ഛന് നേർന്നുകൊള്ളുകയും ചെയ്യുന്നു. കഴിഞ്ഞ കാലങ്ങളൊക്കെയും അച്ഛൻ ഇടവയ്ക്ക് ചെയ്ത നിസ്തുലമായ സേവനം ഈ അവസരത്തിൽ അനുസ്മരിക്കപ്പെടുകയും ചെയ്യുന്നു. ബഹുമാനപ്പെട്ട അച്ഛനെയും ഈ പൊതുസമ്മേളനത്തേക്ക് ആർദ്രമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. തുടർന്ന് ഈ പൊതുസമ്മേളനത്തിൽ ആശംസ അർപ്പിക്കാൻ വേണ്ടി എത്തിച്ചേർന്നിരിക്കുന്ന റവറൻഡ് ഫാദർ തോമസ് തേക്കിലച്ഛൻ അച്ഛനെയും ഈ പൊതുസമ്മേളനത്തേക്ക് ആർദ്രമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മുടെ സമീപ ഇടവകയായ മർത്തോമ ഇടവികാരി TC ജോസഫ് അച്ഛൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇപ്പൊ പുതിയതായിട്ട് വികാരിയായിട്ട് മർത്തോമ ഇടവകയിൽ ചാർജ് എടുത്തിട്ടേ ഉള്ളൂ. അച്ഛൻ്റെ സേവനവും ഇടവയ്ക്ക് ഒരു പുണ്യമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അച്ഛനെയും ഈ പൊതുസമ്മേളനത്തിലേക്ക് ആർദ്രമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന സക്കീർ തൈക്കൂട്ടത്തിൽ അവറുകളാണ്. എല്ലായ്പ്പോഴും ഏത് നിമിഷത്തും ഒരു ഇടവക അംഗത്തെ പോലെ നമ്മളോടൊപ്പം പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവ്. അന്നും ഇന്നും ഈ ഇടവകയിലെ ഒരംഗത്തെ പോലെ പ്രവർത്തിക്കുന്നു. സംശുദ്ധമായ രാഷ്ട്രീയത്തിൻ്റെ ഉടമ, ദീർഘവീക്ഷണത്തോടുള്ള പ്രവർത്തന ശൈലി, വർഗഭേദമില്ലാതെ മതേതരമില്ലാതെ എല്ലാ ജനങ്ങളെയും ഒരുപോലെ വീക്ഷിക്കുന്ന ഒരു ഉത്തമ രാഷ്ട്രീയ നേതാവ്. ക്ഷണം സ്വീകരിച്ച് തക്ക സമയത്ത് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ശ്രീ സക്കീർ തൈക്കൂട്ടത്തിൽ അവരുകളെയും പൊതുസമ്മേളനത്തിൽ ആർദ്രമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്തതായിട്ട് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ശ്രീമതി TK സതി
നഗരസഭാ അധ്യക്ഷ പന്തളം രണ്ടാമത്തെ പ്രാവശ്യമാണ് ഈ ഇടവകയിലെ പൊതുസമ്മേളനത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇടവകയുടെ ഏത് കാര്യം ചെന്ന് പറഞ്ഞാൽ തന്നെയും വളരെ സന്തോഷത്തോടെ അത് സ്വീകരിക്കുകയും ഇടവകയുടെ ഏതാവശ്യത്തിനും ഏത് കാര്യത്തിനും അതിൻ്റെതായ താങ്ങും തണലുമായി നിൽക്കുന്ന ശ്രീമതി സതി എല്ലായ്പ്പോഴും നമ്മുടെ ഒരു ഇടവകത്തെ പോലെ പ്രവർത്തിക്കുന്നു. സതിയെയും ഈ പൊതുസമ്മേളനത്തിൽ ആർദ്രമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്തതായിട്ട് ശ്രീ കെ വി പ്രഭ, ഈ ഇടവകയോട് ചേർന്ന് താമസിക്കുന്ന ഒരു വ്യക്തി, സാമൂഹിക സാംസ്കാരിക മണ്ഡലങ്ങളിൽ തൻ്റെതായ വ്യക്തിമുദ്ര അന്നും ഇന്നും പതിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രഗത്ഭ വ്യക്തി. ഇടവകയുടെ എല്ലാ സഹകരണത്തിലും ഇടവകയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും ഒരു കൈത്താങ്ങലായി ഇന്ന് നിൽക്കുന്നു. ശ്രീ പ്രഭയെയും ഈ പൊതുസമ്മേളനത്തിലേക്ക് ആർദ്രമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്തതായിട്ട് പന്തളം കൗൺസിലർ മഞ്ജു വിശ്വനാഥ്, നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള വ്യക്തിയാണ്. അനേക നാളുകളായി രാഷ്ട്രീയ രംഗത്ത് തൻ്റെതായ പ്രഭ ചൊരിഞ്ഞുകൊണ്ട് അന്നും ഇന്നും എല്ലാ പ്രവർത്തനങ്ങളിലും നമ്മുടെ ഇടവകത്തെ പോലെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ശ്രീമതി മഞ്ജു വിശ്വനാഥിനെയും ഈ പൊതുസമ്മേളനത്തിൽ ആർദ്രമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്തതായിട്ട് സുനിത വേണു, കൗൺസിലർ പന്തളം നഗരസഭ, എല്ലാ പ്രവർത്തന രംഗത്തും അവരുടേതായ വ്യക്തിത്വം കാണിച്ചുകൊണ്ട് പഞ്ചായത്തിന്റെ തലത്തിലായാലും രാഷ്ട്രീയ തലത്തിലായാലും ആധ്യാത്മിക തലത്തിലായാലും സാമൂഹ്യ തലത്തിലായാലും എല്ലാ തലങ്ങളിലും അതിൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ശ്രീമതി സുനിത വേണുവിനെ ഈ പൊതുസമ്മേളനത്തിൽ ആർദ്രമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇനി സ്വാഗതം ആശംസിക്കാൻ വേണ്ടി ഈ കടന്നു വന്നിരിക്കുന്ന എല്ലാ ഇടവക ജനങ്ങളും, അതുപോലെ സമീപ ഇടവവാസികള്, ജാതിമത ഭേദമന്യേ ഏവരും കടന്നു വന്ന് ഈ പൊതുസമ്മേളനം ദൈവ അനുഗ്രഹപ്രദമാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. 116 സങ്കീർത്തനത്തിൻ്റെ 12 മുതലുള്ള വാക്യം. യഹോവ എനിക്ക് ചെയ്തു തന്ന സകല ഉപകാരങ്ങൾക്കും ഞാൻ അവന് എന്ത് പകരം കൊടുക്കും? ഞാൻ രക്ഷയുടെ പാനപാത്രം എടുത്ത് യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കും. യഹോവയ്ക്ക് ഞാൻ എൻ്റെ നേർച്ചകളെ അവൻ്റെ സകല ജനവും കാണെ കഴിക്കും. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. അഭിവന്ദനായ ക്രിസോസ്റ്റം വലിയ മെത്രാപ്പോലീത്ത തിരുമേനി, പത്മശ്രീ ഡോക്ടർ കുര്യൻ ജോൺ മേളാമ്പറമ്പിൽ, ബഹുമാനപ്പെട്ട തോമസ് തേക്കലച്ചൻ, ബഹുമാനപ്പെട്ട ഷാജി പി ജോണച്ചൻ, ബഹുമാനപ്പെട്ട സി ജോസഫ് അച്ചൻ, തൈക്കോട്ടത്തിൽ സക്കീർ അവറുകൾ, നഗരസഭ അധ്യക്ഷ ടി കെ സതി, ശ്രീ കെ വി പ്രഭ, ശ്രീമതി സുനിത വേണു, വിശിഷ്ട അതിഥികളായിട്ട് കടന്നു വന്നിട്ടുള്ള എല്ലാവരുമേ, വിശ്വാസ സമൂഹമേ, സംസ്കാരവും പൗരാണികവും ഒത്തുചേർന്ന് നിൽക്കുന്ന പന്തളം പ്രദേശത്തിൻ്റെ പ്രഥമ ക്രൈസ്തവ ദേവാലയമായ പന്തളം സെന്റ് ജോർജ് ഓർത്തഡോക്സ് മഹാ ഇടവകയുടെ 207ാമത് വലിയ പെരുന്നാളിനോടനുബന്ധിച്ച് ഇന്ന് നടത്തപ്പെടുന്ന ഈ സമ്മേളനം, ഇതിൽ സംബന്ധിക്കുന്ന ഏവരെയും ഒറ്റവാക്കിൽ എൻ്റെ വ്യക്തിപരമായ സ്വാഗതവും ഈ സന്ദർഭത്തിൽ അറിയിച്ചുകൊള്ളട്ടെ. ഈ ദേവാലയത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ വിശ്വാസികൾ മാത്രമല്ല, ക്രൈസ്തവ വിശ്വാസികൾക്ക് മാത്രമല്ല, മറ്റു വിശ്വാസികൾക്കും ഒരുപോലെ പ്രാധാന്യം നൽകുകയും വളരെ ഭക്തിയോടുകൂടി ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു ഇടവകയാണ്. നൂതനമായ കർമ്മ പരിപാടികൾ ഓരോ കാലഘട്ടത്തിലും ഇടവകയിൽ പ്രവർത്തിക്കുകയും അതും മലങ്കര സഭയ്ക്ക് തന്നെ മാതൃകാപരമായ രീതിയിൽ പല പദ്ധതികൾ ആവിഷ്കരിക്കുകയും ചെയ്യുന്ന ഒരു രീതി ഇവിടെയുണ്ട്. അതിൻ്റെ ഒരു പ്രത്യേകതയാണ് മറ്റു പല ഇടവകളിലും ഇല്ലാത്തതായിട്ടുള്ള ചില പ്രസ്ഥാനങ്ങൾ വരെയും നമ്മുടെ ഇടവകയിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളതും. NRI റിട്ടേൺസ് അസോസിയേഷൻ
എല്ലാ വർഷവും ഇതുപോലുള്ള ഒരു സമ്മേളനം നടത്തുന്നു. മാത്രമല്ല മറ്റു പല പ്രവർത്തനങ്ങളും ഇതിന്റെ ഭാഗമായിട്ട് നടത്തുന്നു. ഈ വർഷം നമുക്ക് മുഖ്യ അതിഥിയായിട്ട് കടന്നു വന്നിരിക്കുന്ന, നമ്മുടെ ക്ഷണം സ്വീകരിച്ച് കടന്നു വന്നിരിക്കുന്ന ക്രിസോസ്റ്റം വലിയ മെത്രാപ്പോലീത്ത തിരുമേനിയുടെ സാന്നിധ്യം നമുക്ക് ഏറ്റവും അനുഗ്രഹപ്രദമാണ്. തിരുമേനിയെ കുറിച്ച് പറയാറുള്ളത് വാർദ്ധക്യം ആഘോഷിക്കുന്ന ഒരു പിതാവാണ്. തിരുമേനിയുടെ ഡയറിയിൽ സ്പേസ് ഉണ്ടെങ്കിൽ പ്രോഗ്രാമിന് ക്ഷണിച്ചാൽ ഇന്നും അത് പ്രോഗ്രാം ഏൽക്കും. കൃത്യസമയത്ത് തന്നെ അവിടെ എത്തും. ഇവിടെ വിശ്വാസികൾ ആരും വരുന്നതിന് മുമ്പ് തന്നെ തിരുമേനി 4 മണിക്ക് മുമ്പായിട്ട് ഇവിടെ എത്തി. തിരുമേനിയുടെ ഈ വാർദ്ധക്യത്തിലും അടുത്ത വർഷം 100 വയസ്സ് പൂർത്തീകരിക്കുകയാണ്. ഈ വാർദ്ധക്യത്തിലും കൃത്യനിഷ്ഠത, അതോടൊപ്പം തന്നെ ഇത് എങ്ങനെ അത് സന്തോഷപരമാക്കി തീർക്കാം എന്നുള്ള ലോകത്തിന് കാട്ടിക്കൊടുക്കുന്ന ഒരു വലിയ പിതാവാണ്. ഒരുപക്ഷെ മാർത്തോമാ സഭയുടെ മാത്രമായിട്ട് ഇന്ന് ഒതുക്കി നിർത്തിയല്ല, ക്രൈസ്തവ സഭകൾക്ക് മാത്രമല്ല, ഇവിടെയുള്ള എല്ലാ വിശ്വാസികൾക്കും മാത്രമല്ല, എല്ലാ ജനങ്ങൾക്കും ഒരുപോലെ തിരുമേനിയെ സമീപിക്കുവാനും തിരുമേനിയുടെ സാന്നിധ്യം അനുഭവിക്കുവാനും സാധിക്കുന്നുണ്ട്. ഇത് തിരുമേനിയുടെ സാന്നിധ്യം ഏറ്റവും ഞങ്ങൾ അനുഗ്രഹപ്രദമായിട്ട് കാണുകയും ആ സന്തോഷം അറിയിക്കുകയും ചെയ്യട്ടെ. ഈ വർഷത്തെ നമ്മുടെ അവാർഡ് നൽകുവാൻ തക്കവണ്ണം നമ്മൾ തെരഞ്ഞെടുത്തിരിക്കുന്ന വ്യക്തി ഡോക്ടർ കുര്യൻ ജോൺ വേളാമ്പറമ്പിലാണ്. എന്തുകൊണ്ടും അനുയോജ്യനായ ഒരു വ്യക്തിത്വം എന്ന് വേണേൽ പറയാം. അദ്ദേഹം ഒരു വ്യവസായ രംഗത്ത് പ്രമുഖമായ സ്ഥാനം വഹിക്കുന്നതോടൊപ്പം തന്നെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ അദ്ദേഹം നടത്തുന്ന പ്രവർത്തനങ്ങൾ ഏവർക്കും മാതൃകപരമാണ്. അത് ഇന്ത്യ രാജ്യം പോലും അംഗീകരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ അടുത്ത് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. ഒരിക്കലും ജീവകാരുണ്യം പ്രതിഫലം ഉദ്ദേശത്തോടു കൂടി ചെയ്യാൻ പാടില്ല. അദ്ദേഹം പറഞ്ഞൊരു മറ്റൊരു കാര്യം, ആർക്ക് എന്തെങ്കിലും കൊടുത്താൽ ഒരിക്കലും അവരിൽ നിന്ന് ഒന്നും പ്രതീക്ഷിക്കരുത്. പ്രതീക്ഷിക്കാതെ കൊടുത്തെങ്കിൽ മാത്രമേ ഈ രംഗത്ത് നമുക്ക് മുന്നേറാൻ പറ്റുകയുള്ളൂ. അദ്ദേഹം മറ്റൊരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട്, കൊടുക്കും തോറും ദൈവം എനിക്ക് കൂടുതൽ തന്നിട്ടേ ഉള്ളൂ. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം അദ്ദേഹം പറഞ്ഞുണ്ട്, അദ്ദേഹം ആരോടും ചൂടാകത്തില്ല, ആരോടും ഒരു ദേഷ്യപ്പെടാറില്ല. എന്തെങ്കിലും വികൃതമായ പെരുമാറ്റം ഒരാൾ കണ്ടാൽ പോലും അത് ശാന്തമായിട്ട് മാറി നിൽക്കും. കാരണം അത് അദ്ദേഹത്തിൻ്റെ കുറ്റമല്ല, അദ്ദേഹത്തിനെ ദൈവം സൃഷ്ടിച്ചപ്പോൾ തന്നെ അദ്ദേഹത്തിന് ചില വൈകല്യങ്ങളുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ കുഴപ്പമാണ്. അത് അദ്ദേഹത്തിൻ്റെ കുറ്റമായിട്ട് നമുക്ക് കാണാൻ പാടില്ല, മാറിപ്പോവുക. ഇങ്ങനെയുള്ള ഒരുപാട് നല്ല മാതൃകകൾ സമൂഹത്തിന് കാട്ടിക്കൊടുക്കുന്ന ഒരു നല്ല മനുഷ്യൻ എന്ന് വേണേ അദ്ദേഹത്തെ വിശേഷിപ്പിക്കാൻ സാധിക്കും. അദ്ദേഹത്തിന് ഈ സന്ദർഭത്തിൽ ഞങ്ങളുടെ എല്ലാ ഭാവങ്ങളും ആശംസകളും ഈ സന്ദർഭത്തിൽ നേരിടട്ടെ. ഈ യോഗത്തിൻ്റെ അധ്യക്ഷത പദം വാക്കുകളിൽ നിന്ന് ഞാൻ വിരമിക്കുകയാണ്. ഇപ്പോൾ അഭിവന്ദനായ ക്രിസോസ്റ്റം വലിയ മെത്രാപ്പോലീത്ത തിരുമനസ്സുകൊണ്ട് അനുഗ്രഹ സന്ദേശം നൽകി ഈ യോഗം ഉദ്ഘാടനം ചെയ്യും. അഭിവന്യ തിരുമനസ്സിന്റെ വാക്കുകൾക്കായിട്ട് നമുക്ക് ശ്രമിക്കാം. ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ഏവരുമേ, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ അഭിവാദനങ്ങൾ. ഈ സെൻറ്റ് ജോർജ് ദേവാലയം എന്തിനെ സൂചിപ്പിക്കുന്നു? ഈ സെൻറ്റ് ജോർജ് എന്ന് പറഞ്ഞ ആൾ എന്തോ ചെയ്ത ആളാണ്. പാമ്പിനെ കൊന്നു, സർപ്പത്തെ നശിപ്പിക്കും. മനുഷ്യനെ നശിപ്പിക്കുന്ന, സർപ്പത്തെ നശിപ്പിക്കുന്ന ആളാണ് സെൻറ്റ് ജോർജ്. അദ്ദേഹം വളരെ മുമ്പ് ജീവിച്ചിരുന്നതാണ്. ഇങ്ങനെയുള്ള സെൻറ്റ് ജോർജന്മാരെ ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. അതിലൊരാൾ എൻ്റെ വലത്തുവശത്തിരിക്കുന്ന ആളാണ്. ഇദ്ദേഹത്തിൻ്റെ പരിപാടി മൂലം ഇപ്പോൾ തന്നെ ജനസംഖ്യ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന കേരളത്തിൽ 1,50,000 പേരെ വർദ്ധിപ്പിച്ച് കേരളത്തെ കുഴപ്പത്തിലാക്കിയ മിസ്റ്റർ കുര്യൻ ജോൺ
അദ്ദേഹത്തെ അഭിനന്ദിക്കാനാണ് നമ്മൾ കൂട്ടിയിരിക്കുന്നത്. ഇന്ന് കേരളത്തിൽ അനേകരെ ഭക്ഷണമില്ല, അടിസ്ഥാന ആവശ്യമില്ലാത്തത് കൊണ്ട് മരിക്കുക ഇല്ലേ? ഞാൻ ഇപ്പോൾ ഇവിടെ നിങ്ങളിൽ ഒരാളിനെ ഞാനൊരു കത്തി കൊണ്ട് കുത്തിയേ നിങ്ങൾ മരിച്ചാൽ നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കുമോ, മരിച്ച ആളുടെ കൂടെ നിൽക്കുമോ? ഇപ്പോഴൊക്കെ നല്ല ഗമമായിട്ടൊക്കെ പറഞ്ഞു. മറ്റുള്ളവനെ സഹായിക്കുന്നവനാണ് മനുഷ്യൻ അല്ലേ? മറ്റുള്ളവനെ നശിപ്പിക്കുന്നവനാണ് പിശാച്. മനുഷ്യനെ പിശാചാക്കുന്ന കാലമാണ്. എന്നാൽ ഇന്ന് സെൻറ്റ് ജോർജ് സാധിച്ചത് പിശാചിനെ മനുഷ്യനാണ്. അതുകൊണ്ട് കേരളത്തിൻ്റെ ഭാവി ഇന്ന് നമ്മൾ വഴിയെ നടന്നു പോകുമ്പോൾ എന്നെ അങ്ങോട്ട് നിയമിക്കാമോ, നിങ്ങൾക്ക് ഭക്ഷണം മറ്റേതൊക്കെ തരാമെന്ന് പറയുന്നു ഇല്ലേ? ഇങ്ങനെ മുമ്പ് 5 വർഷം മുമ്പ് ഒരാൾ നമ്മളോട് പറഞ്ഞതാണ്. എന്നാൽ ഇവിടെ മിസ്റ്റർ കുര്യൻ ജോൺ ചെയ്യുന്നത് അവർക്ക് രോഗികൾ, സാധുക്കൾ, വിദ്യാഭ്യാസമില്ലാത്തവർ, ഇങ്ങനെ അടിസ്ഥാന ആവശ്യങ്ങൾ നിഷേധിക്കപ്പെട്ട ആളുകൾ അവരെ മനുഷ്യത്വത്തിൻ്റെ പൂർണ്ണതയിലേക്ക് പ്രവേശിക്കും. അതാണ് യേശു ക്രിസ്തു ചെയ്തത് അല്ലേ? യേശു ക്രിസ്തു ഞാൻ വിചാരിച്ചിട്ടുണ്ട്, എന്നെ ഒരു ശിഷ്യനായിട്ട് അന്നെടുത്തിരുന്നെങ്കിൽ കർത്താവിന് പല കുഴപ്പത്തിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടുത്താൻ ഉപദേശിക്കാനറിയാം. എനിക്ക് പ്രസംഗമേ അറിയുള്ളൂ, പ്രവൃത്തിയൊക്കെ ഇവരൊക്കെ അറിയാം. യേശു ക്രിസ്തു ഒരു കുഷ്ഠരോഗിയെ സൗഖ്യമാക്കി. എന്ത് ചെയ്തു? അവനെ തൊട്ട് സൗഖ്യമാക്കി. ഞാൻ വായിച്ചിട്ടുണ്ട്, എന്നെ കൂടെ 12 പേരിൽ ഉൾപ്പെടുത്തിയിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞതിനെ, കർത്താവേ ഇത് കുഷ്ഠമാണ്, ഇത് പകരുന്ന രോഗമാണ്, തുടരുത്, ഏതായാലും സൗഖ്യമാക്കാൻ പോവുകയല്ലേ. സൗഖ്യമാക്കിച്ച് പിന്നെ എടുക്കുമോ, തോളയിലിടുകയോ താഴോട്ടെറിയോ എന്തോ വേണ്ട ചെയ്തു എന്ന് പറയും. ഞാനില്ല അഞ്ഞോട് കർത്താവ് മറ്റേ ഇത് ഞാൻ എൻ്റെ ഒരു സ്നേഹിതനോട് പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു, അതുകൊണ്ട് ആ കർത്താവിൻ്റെ അടുത്തെങ്കിൽ നീ ചെല്ലാതിരിക്കാൻ തക്കവണ്ണം നിന്നെ ഈ അടുത്ത കാലത്ത് സൃഷ്ടിച്ചത്. മറ്റ് മനുഷ്യൻ്റെ ആവശ്യത്തിൽ അതിനെ അനാവശ്യം അതിൽ നിന്ന് ഓടി പറഞ്ഞ് അവൻ്റെ നാശത്തിന് കാരണക്കാരാകുന്നവൻ അല്ല ക്രിസ്ത്യാനി, അല്ല മനുഷ്യൻ. അവൻ വരാവുന്ന ആപത്ത് അതിന് രക്ഷപ്പെടും. ഞാൻ 4ാം ക്ലാസ് വരെ പഠിച്ച ആളാണ്. 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട് മനുഷ്യൻ്റെ അടിസ്ഥാന ആവശ്യങ്ങൾ. നിങ്ങൾക്കറിയാം, ശുദ്ധവായു, ശുദ്ധവെള്ളം, പാർപ്പിടം, ഭക്ഷണം, ആരോഗ്യം, പിന്നെ ആ 8 കാര്യം പഠിപ്പിച്ചിട്ടുണ്ട്. ഇങ്ങനെ മനുഷ്യൻ്റെ അടിസ്ഥാന ആവശ്യങ്ങൾ എല്ലാവർക്കും ലഭിക്കണം അല്ലേ? ഞാൻ കുറച്ച് വാഴ നട്ടു, ഏത്തവാഴ. ഒരു ദിവസം എൻ്റെ കൃഷിക്കാരൻ വന്ന് പറഞ്ഞു, തിരുമേനി, ഇന്നലെ രാത്രി ഒരു കള്ളൻ വന്ന് നമ്മളെ ഒരു 2 കൊല വെട്ടിക്കൊണ്ടുപോയി. ഞാനൊന്നും പറഞ്ഞില്ല. അപ്പോൾ അവനെനിക്ക് കേൾവിക്കുറവുണ്ട്. അപ്പോൾ അവൻ വിചാരിച്ചു കേട്ടില്ല. അതുകൊണ്ട് അവനീ മൈക്കിൽ കൂടെ പറയുന്ന പോലൊരു അതർത്ഥം. ഇന്നലെ രാത്രി ഒരു കള്ളൻ 2 കൊല വെട്ടി എന്നൊക്കെ പറഞ്ഞു.
അപ്പോൾ ഞാൻ ശാന്തമായിട്ട് അവനോട് പറഞ്ഞു, പകൽ വന്ന് ചോദിക്കാൻ കൊടുക്കാഞ്ഞത് കൊണ്ടാണ് രാത്രി 2 എണ്ണം വെച്ചത്. പകലായിരുന്നു ഒന്നും കൊണ്ടവൻ പോയത്. ഈ കള്ളന്മാരെ സൃഷ്ടിക്കുന്നതാര്? നിങ്ങൾക്ക് പറയാം. അത് മനുഷ്യൻ്റെ അടിസ്ഥാന ആവശ്യം നിഷേധിക്കുമ്പോൾ അവൻ മോഷ്ടിക്കാതെ എന്തോ ചെയ്യും? കായംകുളം കൊച്ചുണ്ണി കേട്ടിട്ടുണ്ടോ? ഉണ്ടോ? അദ്ദേഹത്തിൻ്റെ അടുത്ത ഒരു ധനവാനും ഒരു സാധു സ്ത്രീ വിധവയും താമസിച്ചു. ആ വിധവയുടെ മകളുടെ കല്യാണം അവൾ കൊച്ചുണ്ണിയുടെ അവിടെ ചെന്ന് പറഞ്ഞു, സാറേ എൻ്റെ മകളുടെ കല്യാണം, എനിക്ക് പണമില്ല. എനിക്ക് ഉടനെ കൊച്ചുണ്ണി പറഞ്ഞു, എടി നീ എന്നെ എൻ്റെ അടുക്ക് വരുന്നത്, ഞാൻ വല്ലവൻ്റെ മോഷ്ടിച്ചാൽ ഞാൻ തന്നെ ജീവിക്കുന്നത്. അപ്പം പിന്നെ നീ എൻ്റെ അടുക്ക് വന്ന് നിനക്ക് മോഷ്ടിക്കാതെ ജീവിക്കും. ആ മനുഷ്യൻ്റെ ഉടനെ പറഞ്ഞ് ഞാൻ ചെന്നു. ഉടനെ അയാൾ എന്തോ ചെയ്തു, അങ്ങനെ 50 രൂപ തന്നു കല്യാണം നടത്താൻ. അപ്പോൾ കൊച്ചുവിനെ പറഞ്ഞു, നീ നാളെ രാവിലെ 10 മണിക്ക് വാ, ഞാൻ എൻ്റെ ഒരു സഹായം ചെയ്യും. വൈകിട്ട് ഈ ധനവാൻ്റെ വീട്ടിൽ കൊച്ചുണ്ണി അവളുടെ മകളെ കെട്ടിക്കാനുണ്ട്. അപ്പോൾ ആ ധനവാൻ പറഞ്ഞു, അത് ശരിയാവും, അവളിവിടെ വന്നു, സാർ എത്ര രൂപ കൊടുത്തു? ഞാൻ 500 രൂപ കൊടുത്തു. അപ്പോൾ കൊച്ചുണ്ണി പറഞ്ഞു, എൻ്റെ പോക്കറ്റിൽ 5000 രൂപ, ഞാനത് സാറിനെ ഏൽപ്പിക്കാം, സാറ് കല്യാണം നടത്തി കൊടുക്കാം. അതൊക്കെയല്ല, അവൾക്ക് അവിടെ മകളെ കെട്ടിക്കണ്ടേ സാറ്? അവളെങ്ങനെ എന്തോ ചെയ്യും? അടുത്ത ആഴ്ചയാണ് എനിക്ക് 500 രൂപ കൊടുക്കാൻ വരും. ആട്ടെ, ഞാൻ സാറിനോടൊരു ചോദ്യം ചോദിക്കും. ഞാൻ ഇന്ന് രാത്രി സാറിൻ്റെ വീട്ടിൽ വന്ന് സാറിൻ്റെ അൽമാരി തുറന്ന് അവൾക്ക് കുറച്ച് രൂപ കൊണ്ട് കൊടുക്കുകയാണോ? നാളെ രാവിലെ സാർ അവൾക്ക് രൂപ കൊടുക്കുകയാണോ? അത് നിശ്ചയിച്ചാൽ മതി. അപ്പോൾ ഇയാളങ്ങ് വരണ്ടു പോയി. അയാൾ പറഞ്ഞു, നീ വരണ്ട, നീ വന്ന ഓർഡർ എല്ലാം എടുത്തുകൊണ്ട് പോകും. അതുകൊണ്ട് ഞാൻ നാളെ രാവിലെ അവൾക്ക് 50,000 രൂപ കൊടുക്കണം. കായംകുളം കൊച്ചുണ്ണി ആര്? മകളെ കെട്ടിക്കാൻ നിവൃത്തിയില്ലാത്ത ആളിന് മകളെ കെട്ടിക്കാനായിട്ട് മോഷണ ഭീഷണി കൊണ്ട് ആ ധനവാനെ എന്നാൽ ഇന്ന് നമ്മളെ ആദരിക്കുന്നതും അംഗീകരിക്കുന്നതും ആരെയാണ്? ഒരു മോഷണ ഭീഷണിയും ഒരു വരപ്രേരണയും ഇല്ലാതെ ആളുകളുടെ ആവശ്യം അറിഞ്ഞ് ചെയ്യുന്ന ആൾ. ഇപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഇവിടെ തിരുവല്ലയിലെ 3-4 ആശുപത്രിയിൽ ചികിത്സിക്കാമെന്നല്ല പറഞ്ഞു. നരണത്തുകാരനോട് പറയും അവിടുത്തെ ആശുപത്രിയിൽ ഞാൻ ക്രമീകരിക്കും. പറവൂറുകാരനോട് പറയും അവിടുത്തെ ആശുപത്രി. അപ്പോൾ അല്ലെങ്കിൽ അങ്ങനെ അതാത് സ്ഥലത്തെ അപേക്ഷക്കാരനെ അന്വേഷിച്ച് പരമാർത്ഥിയാണെന്ന് അറിയണം. ഇതൊരു വേറൊരു കുഴപ്പമാണ്. ഞാനൊരു മനുഷ്യനെ കണ്ടു, അവൻ ഇങ്ങനെ വീടില്ല എന്നും പറഞ്ഞ് അപേക്ഷ കൊടുത്ത് പണം പിരിച്ചുകൊണ്ട് നടക്കുക. അപ്പോൾ എന്നോടൊരാൾ പറഞ്ഞു, അവൻ 7 വീടിൻ്റെ പണം പിരിച്ചു. ഞാൻ ചോദിച്ചു, നീ ഇത്രയും പണം പിരിച്ചിട്ട് എന്താ വീട് പണിയാൻ? ഉടനെ പറഞ്ഞു, പണിതാപ്പിന് എങ്ങനെ പിരിക്കുന്നത്? മനസ്സിലാകുന്നു? അതായത്
അവൻ വീടില്ല എന്നുള്ളത് അവൻ്റെ ആവശ്യമായിട്ടല്ല അവൻ കാണുന്നത്. എന്നാൽ സെൻറ്റ് ജോർജ് ആ ഡ്രാഗനെ നശിപ്പിച്ചതുപോലെ ഈ മനുഷ്യൻ്റെ അടിസ്ഥാന ആവശ്യങ്ങൾ ഇല്ലാത്തവരെ മനുഷ്യരാൽ അംഗീകരിക്കപ്പെട്ടവരായി തീർന്നതിന് നേതൃത്വം നൽകുന്ന വലിയ ഒരാളാണ് ശ്രീമാൻ കുര്യൻ ജോൺ. അദ്ദേഹത്തിന് നിങ്ങളൊരു അവാർഡ് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് മനുഷ്യനെ കണ്ടാൽ മതി. നമ്മളൊക്കെ മനുഷ്യ രൂപമുണ്ടെന്നേ ഉള്ളൂ, മനുഷ്യത്വം. മറ്റുള്ളവൻ്റെ ആവശ്യം മനസ്സിലാക്കി അവൻ്റെ ആവശ്യത്തിൽ നിന്ന് അവനെ വിടുവിക്കുന്നവനാണ് മനുഷ്യൻ, അല്ലേ? ഇതിന് നമ്മൾ ശ്രമിക്കണം. നമ്മൾ ഇന്ന് നമ്മളെല്ലാവരും കൂടെ വിചാരിച്ചാൽ നമുക്ക് ഈ വീടില്ലാത്ത എല്ലാവർക്കും വീട്, ചികിത്സയ്ക്ക് സൗകര്യമില്ലാത്ത അതുണ്ടാക്കാൻ നോക്കും. പത്തനംതിട്ട എന്ന് പറഞ്ഞ് ഞാൻ താമസിക്കുന്ന ഒരു ഡിസ്ട്രിക്റ്റുണ്ട്. അവിടെ പല ബാങ്കുകളുണ്ട്. ആ ബാങ്കിൽ ഒരു ബാങ്കിൽ അതിൻ്റെ വലിയ പ്രസിഡൻ്റോ ആരോ കൊടുത്തു. ഒത്തിരി പേര് നോമിനി ഇല്ലാതെ ഡിപ്പോസിറ്റ് ഉണ്ടാക്കി. അപ്പോൾ അവർ മരിക്കുമ്പോൾ ഇതിന് അവകാശില്ല. അപ്പോൾ അയാൾ പറഞ്ഞു, ഇനി മേലാൽ നോമിനി ഇല്ലാതെ ഡിപ്പോസിറ്റ് സ്വീകരിക്കുക. ഒരു വല്യപ്പൻ ഡിപ്പോസിറ്റും കൊണ്ട് ചെന്നപ്പോൾ മാനേജർ പറഞ്ഞു നോമിനി എഴുതണം. അപ്പോൾ വല്യപ്പൻ പറഞ്ഞു, ഞാൻ എഴുതത്തില്ല, എന്നാൽ ഞങ്ങൾക്ക് ഡിപ്പോസിറ്റ് വേണ്ട. വേണ്ടായോ വേണ്ട, വേറെ വേണ്ടത് ഞാൻ കണ്ടുപിടിച്ചോളാം. ഉടനെ ഈ മാനേജരെ ആ വല്യപ്പനോട് ചോദിച്ചു, അപ്പച്ചാ, ഇന്നലെ സ്നേഹമായി, അപ്പച്ചാ എന്തുകൊണ്ടായി ഈ നോമിനിയെ വെക്കാതെ? ഉടനെ പറഞ്ഞു, എൻ്റെ രണ്ടാമത്തെ മകനെ ഞാൻ രോഗിയായി മനസ്സിൽ കണ്ടിരിക്കുകയാണ്. എന്നാൽ ഇന്ന് നിങ്ങൾക്കാണ് ഒപ്പിട്ട് തന്നാൽ ഇന്ന് രാത്രി അവനെന്നെ കൊല്ലും. മനസ്സിലായോ? അയാൾ പറയുന്നത് നന്മ ചെയ്താൽ നമ്മൾ അവസാനിക്കും. ഇതാണ് ഇന്നത്തെ ലോകം. പണമുള്ളവൻ സഹായിക്കാൻ ചെല്ലുന്നവനെ നശിപ്പിക്കും. എന്നാൽ മിസ്റ്റർ കുര്യൻ ജോണിൻ്റെ അവിടെ പണമൊക്കെ കൊടുക്കുന്ന ഒരു ദിവസം പണമായിട്ടല്ല, ആശുപത്രിയിൽ എഴുത്തു കൊടുക്കുക. അതെ, അതൊരു എല്ലാ ദിവസവും കൊടുക്കും. ഇല്ല, എല്ലാ സെക്കൻഡ് സാറ്റർഡേ. അതാ ഞാൻ പറഞ്ഞത്, എല്ലാ സെക്കൻഡ് സാറ്റർഡേയിലും ഇവരുടെ വീടിൻ്റെ സ്ഥലത്ത് ചെന്നാൽ അവിടെ ഏതാണ്ട് കൺവെൻഷനോ പെരുന്നാളോ നടക്കാൻ നോക്കും. വലിയ ആൾക്കൂട്ടം. മരിക്കേണ്ട അനേകരും മരിക്കാതെ, മോഷ്ടിക്കേണ്ട അനേകരും മോഷ്ടിക്കാതെ, നിരാശ കൊണ്ട് ആത്മഹത്യ ചെയ്യാതെ ജീവിപ്പാൻ സഹായിക്കും. അങ്ങനെയുള്ള ഒരാളിനെ കണ്ടുപിടിച്ച് ആ മനുഷ്യനെ, ആവശ്യത്തിലിരിക്കുന്ന മനുഷ്യനെ സഹായിക്കുന്ന ഇദ്ദേഹത്തെ അടുത്ത് വന്ന് അദ്ദേഹം വലത്ത് ഞാൻ അടുത്തമായിട്ടാണ് ഇപ്പം പാർട്ടി. എന്നാൽ അങ്ങനെ വന്ന് ഇരുപ്പാൻ സാധിച്ചു. ഇദ്ദേഹത്തെ ബഹുമാനിക്കുകയും ഇദ്ദേഹത്തിന് അവാർഡ് നൽകുകയും ഇങ്ങനെ ആളുകൾ എല്ലാവരുമായി തീരണം എന്ന് ഈ മീറ്റിംഗ് മൂലം ലോകത്തോട് പ്രസംഗിക്കുകയും ചെയ്യുന്ന ഈ ഇടവകയെ അഭിനന്ദിക്കുന്നു. അതുകൊണ്ട് നമുക്ക് സെൻറ്റ് ജോർജിൻ്റെ ജോർജിയൻ അവാർഡ് എന്താണ്? മറ്റുള്ളവന് വേണ്ടി ജീവിക്കുന്നവരെ മനസ്സിലാക്കി
അവരെ അംഗീകരിച്ച് ബഹുമാനിക്കുന്ന ഇടവക ഏത് എന്ന് സ്വർഗത്തിൻ്റെ വാതിൽക്കൽ ചെല്ലുമ്പോൾ നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാനറിയാമോ? അത് ചോദ്യമുണ്ട്. നിങ്ങൾക്ക് ഉത്തരം അറിയാൻ വയ്യ, ഞാൻ പറഞ്ഞുതരാം. പന്തളത്തുള്ള സെൻറ്റ് ജോർജ് ഇടവക. ഇന്ന് നിങ്ങൾ ചെയ്യുമ്പോൾ, സാറിന് ഈ അംഗീകാരം കൊടുക്കുമ്പോൾ, നിങ്ങൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള ഒരു ടിക്കറ്റ് വാങ്ങിക്കുക. കാര്യം എന്നാ? എന്തുകൊണ്ട് നിങ്ങൾ ഈ സാറിനെ ഇരിക്കുന്നു? അദ്ദേഹത്തിൻ്റെ മനുഷ്യത്വം, മനുഷ്യനെ മനുഷ്യനാക്കുന്ന കാര്യം. സെൻറ്റ് ജോർജ് ആ ഡ്രാഗനെ കൊന്ന് മനുഷ്യനെ രക്ഷിച്ചതുപോലെ ഈ സമൂഹബോധമില്ലാത്ത മനുഷ്യനെ സമൂഹത്തിൻ്റെ ഭാഗമായി സ്വീകരിച്ചുകൊണ്ട് ചെയ്ത ശ്രീ കുര്യൻ ജോണിനെ ആദരിക്കുന്ന ഈ ഇടവകയെ ഞാൻ അഭിനന്ദിക്കുകയും ആദരിക്കുകയും അതിലെന്നെ വിളിക്കാൻ ഞാൻ അവിടെ പോവാറൊക്കെ അടുത്തിരിക്കുകയാണ്. അപ്പം നിങ്ങളെക്കാൾ മുമ്പേ ഞാൻ അവിടെ ചെല്ലുമ്പം നീ എന്നോ നന്മ ചെയ്തിട്ടുണ്ട് എന്ന് ചോദിക്കും ദൈവം. ഇപ്പം ആലോചിച്ച് നോക്കിയാലും ഒന്നുമില്ല. എന്നാലും ഞാൻ പറയും, എൻ്റെ പിതാവേ, ഞാനൊരു കാര്യം പറയാം. 2016 മെയ്യിൽ ഈ സാധുക്കളെ സഹായിക്കുകയും മനുഷ്യത്വം നഷ്ടപ്പെട്ടവർക്ക് മനുഷ്യന് നൽകുകയും ചെയ്യുന്ന ഞങ്ങളുടെ ഇടവകയിലെ വലിയ പ്രവർത്തനത്തിന് നേതൃത്വം സഹായം നൽകുകയും ഞങ്ങളെയൊക്കെ അതുകൊണ്ട് സന്തോഷിപ്പിക്കുകയും ചെയ്ത കുര്യൻ ജോണിന് ആ അവാർഡ് കൊടുക്കുന്ന യോഗത്തിൽ ഞാൻ സംബന്ധിച്ചിരുന്നു എന്ന് പറയും. അപ്പോൾ യേശുക്രിസ്തു പറയാൻ ഇയാളെ കയറ്റിവിട്ടരുത്. നിങ്ങൾക്കെല്ലാം ആരോഗ്യവും എനിക്ക് സ്വർഗവും നൽകിയ ഇദ്ദേഹത്തിനോടുള്ള നന്ദി ഞാൻ അറിയിക്കുകയും അതിന് എന്നെ സ്വർഗത്തിലേക്ക് അയക്കാൻ ശ്രമിച്ചിരിക്കുന്ന നിങ്ങളെ അഭിനന്ദിച്ചും കൊണ്ട് എൻ്റെ വാക്കുകളായി അവസാനിപ്പിക്കുന്നു. ഡോക്ടർ കുര്യൻ ജോൺ വേളാമ്പറമ്പിൻ്റെ ഒരു ലഘു ജീവിതരേഖ ഇപ്പോൾ അവതരിപ്പിക്കും ശ്രീ ബെന്നി മാത്യു. ഇപ്പോൾ ഇവിടെ 2 ചടങ്ങുകളാണ് നടക്കാനുള്ളത്. ഒന്ന്, പത്മശ്രീ ഡോക്ടർ കുര്യൻ ജോൺ അവർക്ക് ജോർജിയൻ അവാർഡ് നൽകുന്നു. അതോടൊപ്പം 99 വയസ്സിലേക്ക് കടന്നിരിക്കുന്ന നമ്മുടെ വലിയ മെത്രാപ്പോലീത്ത തിരുമേനിക്ക് ഇവിടെ കേക്ക് കട്ട് ചെയ്ത് ആ ജന്മദിനവും സന്തോഷത്തിൽ നമ്മൾ പങ്കുചേരുന്ന 2 ചടങ്ങുകളാണ് ഇനി നടക്കുവാനുള്ളത്. അതുകൊണ്ട് കൂടുതലായിട്ട് ഒരു ജീവിതരേഖ വായിച്ച് ഞാൻ സമയം കളയുന്നില്ല. ചുരുങ്ങിയ സമയം കൊണ്ടുള്ള ചെറിയൊരു ജീവിതരേഖ ഇവിടെ അവതരിപ്പിക്കുകയാണ്. ജീവകാരുണ്യം ഔദാര്യമല്ല, ഓരോ വ്യക്തിയുടെയും പ്രസ്ഥാനത്തിൻ്റെയും സാമൂഹിക ധാർമ്മിക ബാധ്യതയാണ് എന്ന ചിന്താഗതിയോടെ അശരണരും ആലംബഹീനരുമായ 100 കണക്കിന് രോഗികൾക്ക് സഹായത്തിൻ്റെ കൈത്തിരിയുമായി നിശബ്ദ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന പത്മശ്രീ ഡോക്ടർ കുര്യൻ ജോൺ മേളാമ്പറമ്പിലിൻ്റെ പ്രവർത്തന മണ്ഡലത്തെക്കുറിച്ച് അല്പം വിവരിക്കട്ടെ. തിരുവല്ല പൊടിയാടി മേളാമ്പറമ്പിൽ ശ്രീ വർഗീസ് ജോണിൻ്റെയും ശ്രീമതി ലീലാമ്മയുടെയും മകനായി 1954 മെയ് മാസം 14-ാം തീയതി അദ്ദേഹം ജനിച്ചു. 1981 സെപ്റ്റംബർ 10-ന് അദ്ദേഹം വിവാഹിതനായി. സാമ്പത്തിക സൗകര്യങ്ങൾ ഉണ്ടായിരുന്നിട്ടും തൻ്റെ പിതാവിന് തക്ക സമയത്ത് ശരിയായ ചികിത്സ നൽകുവാൻ കഴിയാതെ മരണപ്പെട്ട വേദനയിൽ ഉടലെടുത്ത ചിന്തയാണ് പത്മശ്രീ ഡോക്ടർ കുര്യൻ അവറുകളുടെ ജീവകാരുണ്യ പ്രവർത്തന ചിന്ത. യേശുവിൻ്റെ സുവിശേഷ പ്രവർത്തനം പ്രായോഗിക തലത്തിലെത്തിക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. ചിട്ടിയിൽ ചേർന്ന് ലഭിച്ച 28,000 രൂപയായിരുന്നു സമ്പാദ്യം. ജീവകാരുണ്യ പ്രവർത്തനത്തിൻ്റെ ആദ്യത്തെ മൂലധനവും ഇതുതന്നെയായിരുന്നു. മലയാള മനോരമയിൽ പ്രവർത്തിച്ച ഡോക്ടർ കുര്യൻ ആ വരുമാനത്തിൻ്റെ നല്ല പങ്കും ഈ പ്രവർത്തനത്തിനായി നീക്കിവെച്ചു. തിരുവല്ല, എറണാകുളം, മുരിങ്ങൂർ തുടങ്ങിയ സ്ഥലങ്ങളിൽ ഓഫീസുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. മലങ്കര ഓർത്തഡോക്സ് സഭാംഗവും മുൻ സഭാ മാനേജിംഗ് കമ്മിറ്റി അംഗവുമായ
ഡോക്ടർ കുര്യൻ്റെ ഈ പ്രവർത്തനങ്ങൾ സഭയ്ക്കും നാം ഓരോരുത്തർക്കും അഭിമാനമാണ്. നാടിൻ്റെ ആരോഗ്യം നമ്മുടെ കർത്തവ്യം എന്ന മുദ്രാവാക്യവുമായി മേളം ചാരിറ്റി ട്രസ്റ്റ് ഇന്ന് വളരെയധികം മുന്നേറിയിരിക്കുന്നു. ഈ ലോകത്തിൻ്റെ പുരോഗതിക്കും നന്മയ്ക്കും വേണ്ടി ഉണർത്ത് പാട്ടുകളും ആടുന്ന കൊമ്പിലെ പാടുന്ന പക്ഷികളിലൊന്നായി തീരണമെന്ന് ജഗദീശനോട് എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന പത്മശ്രീ ഡോക്ടർ കുര്യൻ ജോൺ മേളംപറമ്പിലിന് ലഭിച്ച അവാർഡുകളിൽ ചിലത് ഇവിടെ വിവരിക്കട്ടെ. 2010 പത്മശ്രീ അവാർഡ്, 1997 ഔട്ട്സ്റ്റാൻഡിംഗ് എൻ്റർപ്രണർ നാഷണൽ അവാർഡ്, 2009 ടൈംസ് ഓഫ് ഇന്ത്യ എക്സലൻസ് ബിസിനസ് അവാർഡ്, 2003 2004 ലയൺസ് ക്ലബ് ഇൻ്റർനാഷണൽ എക്സലൻസ് അവാർഡ്, 2003 ശ്രീ ഗോകുലം എക്സലൻസി അവാർഡ്, 2003 ജനസേവ ദേശീയ പുരസ്കാരം, 2008 ആതുര സേവരത്ന അവാർഡ്, 2009 അഡ്വക്കേറ്റ് മാമൻ മത്തായി MLA മെമ്മോറിയൽ അവാർഡ്, 2011 ശ്രീ ചെറിയാൻ പാലത്ര അവാർഡ്, 2012 കർമ്മകീർത്തി പുരസ്കാരം, 2012 വോയിസ് ഓഫ് ഗൾഫ് റിട്ടേൺസ് എക്സലൻസ് അവാർഡ്. ഇപ്പോൾ പന്തളമർത്തിൽ മഹാ ഇടവക NRI അസോസിയേഷൻ എപ്പിസ്കോപ്പൽ സഭകളിലെ ഏറ്റവും നല്ല ജീവകാരുണ്യ പ്രവർത്തകർക്ക് ഏർപ്പെടുത്തിയിട്ടുള്ള 6ാമത് ജോർജിയൻ അവാർഡ് സമർപ്പിക്കുന്നു. വീണ്ടും വീണ്ടും കൂടുതൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുവാൻ ജഗദീശനൻ ഇടവരുത്തട്ടെ. അർത്തിൽ മഹാടവക പുണ്യവാന്റെ മധ്യസ്ഥതയും കാവലും കോട്ടയും അദ്ദേഹത്തോടൊപ്പം എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. കോടിക്കണക്കിന് രൂപ പാവപ്പെട്ടവനെ സഹായിക്കുവാനായി ചെലവഴിക്കുന്ന പത്മശ്രീ ഡോക്ടർ കുര്യൻ ജോൺ മേളംപറമ്പിലിനെ പെരുന്നാൾ ആശംസകൾ. 6ാമത് ജോർജിയൻ അവാർഡ് ദാന ചടങ്ങ് നടക്കുകയാണ്. ഈ അവാർഡ് നൽകപ്പെടുന്നത് മാർത്തോമാ സഭയുടെ സീനിയർ മെത്രാപ്പൊലീത്ത മോസ്റ്റ് റവറൻഡ് ഡോക്ടർ ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റം, വലിയ മെത്രാപ്പൊലീത്ത ഡോക്ടർ കുര്യൻ ജോൺ മേളാപ്പറമ്പിൽ നൽകി അവാർഡ് ദാന ചടങ്ങ് നടത്തപ്പെടുന്നു. മറുപടി പ്രസംഗത്തിനായി ഡോക്ടർ കുര്യൻ ജോൺ മേളാപ്പറമ്പിൽ അവരെ ക്ഷണിക്കുകയും ചെയ്യുന്നു. ഇതിനോടൊപ്പം പൊന്നാടിയും അണിയിക്കുന്നതാണ്. വലിയ തിരുമേനി, ഇടവ വികാരി ഫാദർ ജിബു ഫിലിപ്പ്, തോമസ് തേക്കിലച്ചൻ, വൈദിക ശ്രേഷ്ഠരെ, പന്തളം നഗരസഭ അധ്യക്ഷ TK സതി, പ്രിയമുള്ള ഇടവ അംഗങ്ങളെ, ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു സുദിനമാണ്. കാരണം സെൻറ്റ് ജോർജ് ഓർത്തഡോക്സ് മഹാ ഇടവക അർത്തിൽ പന്തളത്തെ ഈ പുരാതനമായ ദേവാലയത്തിൽ നിന്ന് അതിൻ്റെ പെരുന്നാളോടനുബന്ധിച്ച് NRIക്കാർ മറ്റേ 6ാമത്തെ ജീവകാരുണ്യ പ്രവർത്തനത്തിനുള്ള അവാർഡ് സ്വീകരിക്കാൻ എനിക്ക് വലിയ പിതാവിൽ നിന്നു സാധിച്ചു എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കിട്ടിയ പല അംഗീകാരങ്ങളും ആദരിക്കലും ഒക്കെക്കാളും വലുതാണ്. കാരണം ഈ പരിശുദ്ധ ദേവാലയത്തിൻ്റെ അങ്കണത്തിൽ വച്ച് നമ്മളിന്ന് നമ്മുടെ മേലധ്യക്ഷന്മാരിൽ നമുക്കറിയപ്പെടുന്നതിലേക്കും ഏറ്റവും രീതിയിൽ ലോകം മുഴുവൻ അംഗീകരിച്ച ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ മെത്രാപ്പൊലീത്ത ഏത് തരത്തിൽ ചോദിച്ചാലും എല്ലാവരും ജാതി മതഭേദമില്ലാതെ അംഗീകരിച്ചിട്ടുള്ള ഏറ്റവും പ്രായമേറിയ, അതും 100ാം വയസ്സിലെ ആഘോഷം, 99 കഴിഞ്ഞ് 100ലേക്ക് കടക്കുകയാണ്.
ആ മഹൽ സമയത്ത് ഞാനിന്ന് പിതാവിനോട് ചോദിച്ചു, തിരുമേനി എനിക്കാണോ ഈ 99 തികഞ്ഞു കഴിഞ്ഞ് അവാർഡ് തരുന്നത്? അങ്ങനെ ഒരു ഭാഗ്യം എനിക്കുണ്ടോ എന്ന് ഞാൻ ചോദിക്കുകയുണ്ടായി. തിരുമേനി എന്നെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 5ാമത്തെ 6ാമത്തെ തവണയാണ് എനിക്ക് മഹാഭാഗ്യമുണ്ടായ അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് അനുഗ്രഹകരമായ വാചനങ്ങൾ കേൾക്കാനായിട്ട്. ആദരിക്കപ്പെടുന്ന ചടങ്ങിൽ അദ്ദേഹം മുഖ്യ അതിഥിയായി വരാൻ സാധിച്ചു. അത് ദൈവനിയോഗമായി ഞാൻ കണക്കാക്കി. അതിന് ഈ പള്ളിയുടെ പരിശുദ്ധ ദേവാലയത്തിൻ്റെ അങ്കണത്തിൽ നിന്നുകൊണ്ട് അതിന് ദൈവത്തിന് സ്തുതി പറയുന്നതോടൊപ്പം ഈ ദേവാലയത്തിലെ കമ്മിറ്റിക്കാരും പ്രത്യേകിച്ച് NRE ആൾക്കാരും എന്നെ തിരഞ്ഞെടുത്ത് ക്ഷണിച്ച് ഇവിടെ കൊണ്ടുവന്ന് എന്നെ ഇങ്ങനെ ആദരിച്ചതിനുള്ള നന്ദി ഞാൻ പ്രത്യേകം രേഖപ്പെടുത്തുകയാണ്. കാരണം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഞാൻ 30 വർഷത്തോളമായി ചെയ്യാൻ തുടങ്ങിയെങ്കിലും അത് ഒരു അംഗീകാരത്തിനോ ആദരവോ ഒന്നും ചിന്തിച്ചല്ല തുടങ്ങിയത്. എൻ്റെ മനസ്സിൻ്റെ വിളിയായിരുന്നു. പക്ഷേ ആർക്കും എപ്പോഴും അവൻ്റെ പ്രവർത്തനത്തെ പ്രത്യേകിച്ച് സമൂഹം ആദരിക്കുന്നത് ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വലിയ അഭിമാനത്തിൻ്റെ മുഹൂർത്തങ്ങളാണ്. അതിൽ ഒരു നിമിഷമാണ് എനിക്കിവിടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അത് അനുഭവിച്ചറിയുമ്പോഴേ അതിൻ്റെ സുഖം അറിയത്തുള്ളൂ. അതിൻ്റെ സുഖത്തെയും ആനന്ദത്തെയും ആഹ്ലാദത്തെക്കാളും കൂടുതൽ അതിൽ ഉത്തേജനവും ഉണർവും കൂടുതൽ പ്രവർത്തിക്കാനുള്ള പ്രചോദനവും തരുന്നു. അപ്പം അതുകൊണ്ട് ഇതിനെ എത്ര നന്ദി പറഞ്ഞാലും എൻ്റെ വാക്കൾ തിരുമേനയോടും വലിയ തിരുമേനയോടും ഈ ഇടവകാംഗങ്ങളോടും പ്രത്യേകിച്ച് NRE റിട്ടേൺസ് അസോസിയേഷനോടും തീരില്ല എന്ന് ആദ്യം തന്നെ ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. പിന്നെ ഞാൻ 2-3 മിനിറ്റ് എൻ്റെ ചില ചിന്താശാലങ്ങൾ 2-3 മിനിറ്റേ ഉള്ളൂ, പേടിക്കേണ്ട, ഞാൻ കൂടുതൽ പറയില്ല. അതിന് മുമ്പ് തന്നെ പറയുന്നതിന് മുമ്പ് തന്നെ ഇവിടെ ഒരു കാര്യം ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. ഇവിടെ ജീവകാരുണ്യ പ്രവർത്തന മേഖലയ്ക്ക് വളരെ പ്രാധാന്യം കൊടുക്കുന്നൊരു ഇടവകയാണ്. അപ്പം അതുകൊണ്ടാണ് ഇവിടെ പല കാര്യങ്ങളും ഇത് കഴിഞ്ഞിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ട് എനിക്കറിയാം. സമയക്കുറവുകൊണ്ട് ഞാൻ എടുത്തു പറയുന്നില്ല. അതിനെല്ലാം അനുമോദനത്തിൻ്റെ പൂച്ചെണ്ടുകൾ ചുരിഞ്ഞുകൊണ്ട് ഞാൻ പറയുകയാണ്. ഇനിയും നിങ്ങളിവിടെ ചെയ്യാൻ പോകുന്ന പ്രവർത്തനത്തിൽ എന്നെക്കൊണ്ട് ഈ എളിയദാസനെ കൊണ്ട് എന്തെങ്കിലും കൂടെ സഹകരിച്ച് ചെയ്യാൻ സാധിക്കാൻ ഉണ്ടെങ്കിൽ അതിന് ഞാൻ തയ്യാറാണെന്ന് പറയുകയാണ്. ഇത് ഞാൻ ആദ്യം തന്നെ പറയുന്നത് ഇനി എങ്ങാൻ വിട്ടുപോകരുതല്ലോ എന്ന് വിചാരിച്ചാണ്. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഇവിടെ പറയുകയുണ്ടായി, ഞാൻ ജീവകാരുണ്യ പ്രവർത്തനം ചെയ്യുന്നതിൽ അടിസ്ഥാന തത്വം ജീവകാരുണ്യം ഔദാര്യമല്ല, ഓരോ വ്യക്തിയുടെയും പ്രസ്ഥാനത്തിൻ്റെയും സാമൂഹ്യ ധാർമ്മിക ബാധ്യതയാണ്. ഹ്യൂമാനിറ്റേറിയനിസം ഈസ് നോട്ട് ചാരിറ്റി ബട്ട് സോഷ്യൽ ആൻഡ് മോറൽ ഓബ്ലിഗേഷൻ ഓഫ് ഈച്ച് ആൻഡ് എവരി ഇൻഡിവിജ്വൽ ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ ഓരോ വ്യക്തിയുടെയും പ്രസ്ഥാനത്തിൻ്റെയും കടമയാണ്. നമ്മൾ ഒരാളെ സഹായിക്കുമ്പോൾ നമുക്ക് സാധാരണ മനസ്സിൽ കൂടെ പോകുന്ന എൻ്റെ ഔദാര്യം കൊണ്ട് ആ കുട്ടി പഠിച്ചു, എൻ്റെ ഔദാര്യം കൊണ്ട് ഇദ്ദേഹത്തിനെ ക്യാൻസർ രോഗത്തിന് രക്ഷിക്കാൻ പറ്റി. ഇത് വെറും തെറ്റായ ധാരണ. കാരണം എൻ്റെ മനസ്സിൻ്റെ ചിന്ത അനുസരിച്ച് ഇത് നമ്മൾ ചെയ്യുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മുടെ മനസ്സിൻ്റെ സന്തോഷം, നമ്മുടെ പ്രവൃത്തികൾ ഓരോന്നും നമ്മളിലുണ്ടാകുന്ന ചിന്തകൾ, ആ ചിന്തകളെല്ലാം നമ്മളെ എത്തിക്കുന്നത് നമ്മുടെ മനസ്സിൻ്റെ സംതൃപ്തിക്കാണ്. സംശയമുണ്ടോ? ഇല്ല. നമുക്കെല്ലാം വേണ്ടി സംതൃപ്തി. അതൊന്നുകൂടെ ബിബിളിക്കലി ഭാഷയെ പറഞ്ഞാൽ നമുക്ക് വേണ്ടിയത് സമാധാനം, ഇല്ലേ? അതുകൊണ്ടാണ് പുതിയ നിയമത്തിൻ്റെ ആരംഭത്തിൽ തന്നെ യേശു ക്രിസ്തുവിൻ്റെ ജനനത്തിൽ വാനദൂതന്മാർ ആട്ടിടയന്മാർ അളിച്ചിരുന്നത് ഭൂമിയിൽ ദൈവപ്രസാദമുള്ളവർക്ക്, ഒന്നുറക്കെ പറഞ്ഞേ, സമാധാനം. അപ്പം ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. നമ്മളെല്ലാവരും പരീക്ഷയിൽ പാസ്സാകണം, നമ്മുടെ കുട്ടിക്ക് നല്ല മാർക്ക് കിട്ടണം, അല്ലെ നല്ല വിവാഹം നടക്കണം, അവർ എല്ലാം. പക്ഷെ എല്ലാത്തിൻ്റെയും ലക്ഷ്യം നമ്മൾക്ക് ലാസ്റ്റിൽ നമ്മൾ ചിന്തിച്ചാൽ സമാധാനമാണ്. അപ്പോൾ സമാധാനത്തിന്
അടുത്ത ഇതിലേക്ക് ബൈബിളിലേക്ക് കടന്നാൽ വീണ്ടും നമുക്ക് കാണാൻ സാധിക്കും, യാഗത്തല്ല കരുണയിലത്ര ഞാൻ പ്രസാദിക്കുന്നത്. കരുണ മീൻസ് പ്രതിഫല ഇച്ഛയില്ലാത്ത പ്രവൃത്തി, ത്യാഗം. അപ്പം പ്രതിഫല ഇച്ഛയില്ലാതെ പ്രവർത്തിക്കുന്നിടത്ത് അത് രണ്ട് കാരണം കൊണ്ടാണ് പ്രതിഫല ഇച്ഛയില്ലാതെ പ്രവർത്തിക്കാൻ നമ്മൾ കടപ്പെടുക. അതുകൊണ്ടാണ് പറഞ്ഞത് ഔദാര്യമല്ല എന്ന് പറയാൻ കാരണം ഒന്ന്, നമുക്ക് ഈ കാണുന്ന എല്ലാ കാര്യങ്ങളും സൗജന്യമായി ലഭിച്ചതാണ്. ഇത് നമ്മുടെ മനസ്സിലൊന്ന് ഉറപ്പിച്ചിട്ടാൽ നമുക്ക് മറ്റുള്ളവരെ സഹായിക്കാനായിട്ട് തോന്നുമ്പോൾ അത് വലിയ കാര്യമായിട്ടൊന്നും നമുക്ക് ഫീൽ ചെയ്യത്തേയില്ല. കാരണം നമുക്ക് മനസ്സിലാവുന്ന നമുക്ക് എല്ലാം കിട്ടിയിരിക്കുന്ന സൗജന്യമാണ്. ഒന്നാമത് നമ്മൾ ശ്വസിക്കുന്ന വായു, നമ്മൾ ജനിച്ചു വീഴുമ്പോൾ നമ്മൾ കരഞ്ഞുകൊണ്ട് വായുവിനെ വലിക്കുകയാണ് ശ്വസിക്കാനായിട്ട് ആദ്യമായിട്ട്. അപ്പോൾ അത് ഫ്രീ ആയിട്ടാണ് ഇപ്പോഴും നമുക്ക് കിട്ടുന്നത്. നമ്മളിവിടെ നിലനിൽക്കുന്ന വായു, അത് വെള്ളം, അതുപോലെ തന്നെ നമുക്ക് ഇവിടെ കാണുന്ന എല്ലാ കാര്യങ്ങളും മീന് എല്ലാം ഞാൻ അടുത്തടുത്ത് പറയുന്നില്ല. പ്രകൃതിദത്തമായിട്ട് നമ്മൾ കെട്ടി വളച്ച് മാറ്റിയിട്ടില്ലെങ്കിൽ ഈ കാണുന്നതെല്ലാം നമുക്ക് സൗജന്യമായിട്ട് ദൈവം പ്രകൃതി വഴി നമുക്ക് തന്നിരിക്കുന്നതാണ്. രണ്ട്, നമുക്ക് കിട്ടിയിരിക്കുന്ന കഴിവുകൾ. അപ്പം ചിലർ പറയും എനിക്ക് കഴിവ് കൂടുതൽ കിട്ടി, അതുകൊണ്ടാണ് ഞാൻ പണം ഉണ്ടാക്കിയത്. കഴിവ് എങ്ങനെ വന്നു? രണ്ട്, ഒരു മാതാവും പിതാവിൻ്റെയും ജനറ്റിക് ഫാക്ടേഴ്സ് യോജിച്ചുണ്ടാകുമ്പോൾ നമുക്ക് ആ ഹെറിഡിറ്ററി ഫാക്ടറിലാണ് നമ്മുടെ ബേസിക് കഴിവുകൾ വരുന്നത്. പക്ഷേ നമ്മുടെ സഹോദരന്മാർ നമ്മുടെ വീട്ടിലുള്ളവരെ ശ്രദ്ധിച്ചാൽ എൻ്റെ കൂട്ടയല്ല എൻ്റെ സഹോദരൻ, എൻ്റെ കൂട്ടയല്ല എൻ്റെ സഹോദരി. അപ്പം ആ കോമ്പിനേഷനിലും ശരിയല്ല. കാരണം ആ കോമ്പിനേഷൻ മാത്രമായിരുന്നെങ്കിൽ, പ്രകൃതിയുടെ വരദാനം അതിനകത്തില്ലായിരുന്നെങ്കിൽ, ദൈവത്തിൻ്റെ കൈക്കടത്തിലില്ലായിരുന്നു, എല്ലാവരും ഒരുപോലെ ഇരുന്നേനെ. ഒരു വീട്ടിൽ അപ്പനും അമ്മയ്ക്കും ഉണ്ടാകുന്നവരെല്ലാം ഒരുപോലെ ഇരുന്നേനെ. അപ്പം അതിന് വ്യത്യസ്തമായിട്ട് നമുക്കപ്പോഴും ദൈവം ദാനമായിട്ട് നമുക്ക് നമ്മുടെ ടാലൻറ്റുകളെ തന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ജീവൻ നിലനിർത്തുന്ന വായു ഉൾപ്പെടെ ഫ്രീ ആയിട്ട് തന്നിരിക്കുന്നു. നമുക്ക് എഡിറ്ററി ഫാക്ടറായിട്ട് ലഭിച്ചത് ഫ്രീ ആയിട്ട് ഇട്ടിരിക്കുന്നു. നമ്മൾ ജനിച്ച വീടും നമ്മുടെ മാതാപിതാക്കളും നമ്മുടെ സാഹചര്യങ്ങളും, ഞാൻ ചുരുക്കി പറയുകയാണ്, അതും സൗജന്യമായിട്ട് കിട്ടിയിരിക്കുന്നു. അല്ലേ? അങ്ങനെയല്ലേ? അപ്പോൾ ഈ സൗജന്യമായിട്ട് കിട്ടിയത് ചില ആൾക്കാർക്ക് അത് സൗജന്യമായി കിട്ടാതെ പോയവരുണ്ട്, ചില കുറവുകളുള്ളവരുണ്ട്. അവരെ സഹായിക്കുക, അവർക്ക് നമ്മൾ കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ബേസിക് കടപ്പാടാണ്. രണ്ടാമത്, നമുക്ക് സമാധാനത്തിൽ നിൽക്കണമെന്നുണ്ടെങ്കിൽ കൊടുത്തേ പറ്റൂ. കാരണം നമ്മൾ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ നമ്മുടെ ഭാര്യ അല്ലെ നമ്മുടെ കുട്ടികൾ സങ്കടത്തിലാണെങ്കിൽ അല്ലെ അവർ ചിരിക്കുന്നില്ലേ, നമുക്ക് ചിരിക്കാൻ പറ്റുമോ? നമ്മൾ ചിരിച്ചാലും അവർ ചിരിച്ചില്ലേ ചിരിക്കാൻ പറ്റുമോ? ഇല്ല. അതുപോലെ സ്വന്തം ഒട്ട അയലോക്കത്ത് പട്ടിണി കിടക്കുമ്പോൾ നമ്മൾ ഇവിടെ വളരെ അല്ലെ നമുക്കിപ്പം വെള്ളത്തിന് ക്ഷാമമുണ്ടെന്ന് ഇരിക്കട്ടെ, നമ്മുടെ വീട്ടിൽ ഇഷ്ടം പോലെ വെള്ളം, അയലോക്കത്ത് വെള്ളമില്ലെങ്കിൽ, നമ്മൾ അവരുമായിട്ട് പങ്കിടുന്നില്ലെങ്കിൽ നമ്മുടെ വീട് ആക്രമിക്കപ്പെടും. ഇല്ലേ? അവർ വെള്ളം വന്ന് എടുത്തുകൊണ്ട് പോകും, ചിലപ്പോൾ നമ്മളെ ഇല്ലായ്മ ചെയ്യുകയും ചെയ്യും. അപ്പോഴും കൊടുത്തേ പറ്റൂ. അപ്പോൾ നമ്മുടെ നിലനിൽപ്പ് തന്നെ സമാധാനത്തുള്ള നിലനിൽപ്പിന് നമ്മൾ കൊടുത്തേ പറ്റൂ. അപ്പോൾ ഒന്ന്, സൗജന്യമായി ലഭിച്ചതുകൊണ്ട് കൊടുക്കുക. രണ്ട്, കൊടുത്തില്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ പ്രശ്നങ്ങൾ ഉദിക്കും, സമാധാനം നഷ്ടപ്പെടും, എല്ലാം സംഭവിക്കും. അതുകൊണ്ട് ഈ രണ്ട് കാര്യങ്ങൾ കൊടുത്താൽ ദൈവപ്രസാദം ലഭിക്കും. ദൈവപ്രസാദം ലഭിച്ചാൽ സമാധാനം കിട്ടും. അതുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ചുരുക്കട്ടെ. അതുകൊണ്ട് സന്തോഷം പങ്കിടാം, ഏറിടും. സന്തോഷം പങ്കിടാം, ഒന്നുറക്കെ പറഞ്ഞു, സന്തോഷം പങ്കിടാം, ഏറിടും. ദുഃഖം പങ്കിടാം, കുറഞ്ഞിടും. അപ്പം ദുഃഖം നമുക്ക് ആർക്കെങ്കിലും ഇടവകയിലുണ്ടെങ്കിൽ സന്തോഷമുള്ളവരും അല്ലാത്തവരും എല്ലാവരും കൂടെ നമുക്ക് പങ്കിടാം, അത് കുറഞ്ഞിടും. അപ്പോൾ അവിടെ സന്തോഷം വരും, അത് കൂടിയിടും. അങ്ങനെ ഈ ഇടവകയോട് വീണ്ടും എന്നെ നന്ദി പറഞ്ഞുകൊണ്ടും വലിയ പിതാവിനോടും ഈ വൈദ്യശ്രേഷ്ഠമായ എല്ലാവരും വീണ്ടും വീണ്ടും നന്ദി പറഞ്ഞുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ജയ് ഹിന്ദ്. ഇപ്പോൾ വന്നിയ വലിയ തിരുമേനിയുടെ 99-ാം ജന്മദിനത്തോടനുബന്ധിച്ച് യുവജന പ്രസ്ഥാനം തിരുമേനിക്ക് നൽകാൻ ഉദ്ദേശിക്കുന്ന മൊമെൻറ്റോ നൽകുന്നു. അത് ഇപ്പോൾ യുവജന പ്രസ്ഥാനത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ശ്രീ വിൽസൺ ഇപ്പോൾ വായിച്ച് സമർപ്പിക്കാനായിട്ട് നൽകുന്നു. 99ന്റെ നിറവിൽ ശോഭിക്കുന്ന പ്രൗഢ തേജസ് മോസ്റ്റ് റവറൻറ്റ് ഡോക്ടർ ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റം വലിയ മെത്രാപ്പോലിത്തയ്ക്ക് സ്നേഹാദരങ്ങളോടെ പന്തളം സെൻറ്റ് ജോർജ് ഓർത്തഡോക്സ് മഹാ ഇടവക യുവജന പ്രസ്ഥാനം അറത്തിൽ.
അഭിവന്യ തിരുമേനിക്ക് നമ്മുടെ സഭയിലെ ഒരു സീനിയർ വൈദികനും ഭദ്രാസനത്തിലെ സീനിയർ വൈദികൻ കൂടിയായ ബഹുമാനപ്പെട്ട തോമസ് തേക്കിൽ അച്ഛൻ ഇപ്പോൾ പൊന്നാട അണിയിക്കുന്നു. തൊണ്ണൂറ്റി 9ാം ജന്മദിനം ആഘോഷിക്കുന്ന അഭിവന്യനായ വലിയ മെത്രാപ്പോലീത്ത തിരുമേനിസിന് എല്ലാ ജന്മദിന ആശംസകളും നമുക്ക് നേരാം. ഇപ്പോൾ തിരുമേനിസ് കൊണ്ട് മഹാ ഇടവകയുടെ സന്തോഷത്തിൽ പങ്കുചേർന്നുകൊണ്ട് ഈ ജന്മദിന കേക്ക് മുറിക്കുന്നു. കുമാരി ലിൻഡ മറിയം ജോസ് ഇപ്പോൾ സംഗീതം ആലപിക്കുന്നതായിരിക്കും. ദൈവമേ നന്ദിയാ നിറയും മനസ്സിൻ ഉയരും സ്തുതികൾ സവിധേ പകരാ കരുണാമയനാം പരനേ കനിവിൻ കരം തേടിതാ വരുന്നു താഴ്മയാ ദൈവമേ നന്ദിയാ നിറയും മനസ്സിൻ ഉയരും സ്തുതികൾ സവിധേ പകരാ തിരുമുറിവിൻ നീളം കാണാതെ തിരികെ നടന്നൊരു പതികൻ ഞാൻ തിമിരവടഞ്ഞൊരു മിഴികളുമായി ഇരുളിലമന്നൻ ജീവിതവും വഴികാട്ടിയായി വന്നു എന്നിൽ നീ അറിവിൻ തിരി തെളിച്ചു വഴികാട്ടിയായി വന്നു എന്നിൽ നീ അറിവിൻ തിരി തെളിച്ചു ദൈവമേ നന്ദിയാ നിറയും മനസ്സിൻ ഉയരും സ്തുതികൾ സവിധേ പകരാ കരുണാമയനാം പരനേ കനിവിൻ കരം തേടിതാ വരുന്നു താഴ്മയാ വരുന്നു താഴ്മയാ വരുന്നു താഴ്മയാ. ജീവകാരുണ്യ ഫണ്ട് വിതരണം ഉദ്ഘാടനം നിർവഹിക്കുവാനായിട്ട് ന്യൂനപക്ഷ സമിതി അംഗം നമ്മൾ ഏറ്റവും ബഹുമാനിക്കുന്ന സക്കീർ തൈക്കൂട്ടത്തിൽ അവരുകളെ ക്ഷണിക്കുന്നു. ഇപ്പോൾ ജീവകാരുണ്യ ഫണ്ട് ഉദ്ഘാടനം ചെയ്യപ്പെടുമ്പോൾ അത് ഏറ്റുവാങ്ങുവാൻ വേണ്ടി ഇടത്തുണ്ടിൽ ശ്രീ തങ്കച്ചൻ ജോർജ് മുൻപോട്ട് കടന്നു വരേണ്ടതാണ്. ഇന്ന് ഇവിടെ നമ്മൾ ആദരിച്ച 6ാമത് NRI ജോർജിയൻ അവാർഡ് നൽകി ആദരിച്ച സ്നേഹനിധിയായ ഡോക്ടർ കുര്യൻ ജോൺ മേളാമ്പറമ്പിൽ, മറ്റ് പ്രിയപ്പെട്ട ഇടവകങ്ങളെ, സഹോദരിമാരെ, സഹോദരങ്ങളെ, ഇനിയൊരു സംഘത്തിന് ഇവിടെ പ്രസക്തിയില്ല. കാരണം പിതാവ് നല്ല പ്രസംഗം നടത്തി നല്ലൊരു അനുഭവത്തിൻ്റെ മൂഡിൽ ഇരിക്കുന്നവരോട് ഈ ഒരു ഇടവകം കൂടിയായ ഞാൻ ഇനിയൊരു പ്രസംഗം നടത്തി ഒരു കുഴപ്പമുണ്ടാക്കാനേ ആഗ്രഹിക്കുന്നില്ല. ഈ ഇടവകയെ സംബന്ധിച്ചിടത്തോളം
എനിക്ക് ഏറ്റവും കൂടുതൽ അഭിമാനമുള്ളൊരു കാര്യം, ഇവിടെ ഇരിക്കുന്ന നമ്മുടെ നഗരസഭാ അധ്യക്ഷയും നഗരസഭാ കൗൺസിലർമാരുമൊക്കെ കണ്ടുപഠിക്കേണ്ട ഒരു കാര്യമുണ്ട്. യഥാർത്ഥത്തിൽ പന്തളത്തെ ഒരു സർക്കാർ സ്ഥാപനം ഇതാണ്. ഈ സ്ഥാപനത്തെയാണ്, ഇതൊരു പള്ളിയൊന്നുമല്ല, ഇത് കുറേ ഓർത്തഡോക്സുകാരുടെ ഒരു പള്ളിയൊന്നുമല്ല. ഇത് ഈ പ്രദേശത്തെ പന്തളത്തെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും ഒരു ആരാധനാ കേന്ദ്രമാണ്. എല്ലാ വിഭാഗം ജനങ്ങളുടെയും ഒരു അത്താണിയാണ് ഈ ആരാധനാ കേന്ദ്രം എന്ന് പറയുമ്പോൾ എനിക്കതിൽ നിറഞ്ഞ സന്തോഷമുണ്ട്. കാരണം ഇവിടെ ആരാധന, യഥാർത്ഥമായ ദൈവവിശ്വാസം എന്ന് പറയുന്നത് തന്നെ, യഥാർത്ഥത്തിൽ ദൈവം ഇഷ്ടപ്പെടുന്നത് തന്നെ, ഇവിടെ നേരത്തെ പിതാവ് പറഞ്ഞ പോലെ ഈ പണമുള്ളവരാരും സാധുക്കളെ സഹായിക്കാറില്ല. അതൊരു സത്യമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഉള്ളവർക്ക് കൂടുതൽ ഉണ്ടാക്കണം എന്നുള്ള ഒരു ത്വര മാത്രം കണ്ടുവരുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അവരോട് സാധുക്കളെക്കുറിച്ച് പറയുമ്പോൾ അവർക്ക് പുച്ഛമാണ്. അശരണരെക്കുറിച്ച് പറയുമ്പോൾ, രോഗികളെക്കുറിച്ച് പറയുമ്പോൾ അവർക്ക് അവജ്ഞയാണുള്ളത്. ആ ഒരു സമൂഹത്തിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. അങ്ങനെയൊക്കെയുള്ളൊരു കാലത്ത് സാധുക്കൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണെന്ന് കരുതാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാകണം. നമ്മളിൽ നിന്ന് കൈവിട്ടുപോയ ഒരു കാര്യമാണത്. നമ്മളെല്ലാവരും ജീവിക്കുന്നത് നമുക്ക് വേണ്ടി മാത്രമാണ്. നമ്മളെല്ലാവരും ചിന്തിക്കുന്നത് നമുക്ക് വേണ്ടി മാത്രമാണ്. നമ്മളെല്ലാവരും സമയം ചെലവഴിക്കുന്നത് നമുക്ക് വേണ്ടി മാത്രമാണ്. അങ്ങനെ ഒരു അവസ്ഥയിൽ നിന്നൊരു മാറ്റമുണ്ടാക്കാൻ, ഒരു ചെറിയ മാറ്റമുണ്ടാക്കാൻ, ഒരുപാട് കാര്യങ്ങളൊന്നും നമുക്ക് ചെയ്യാൻ കഴിയില്ലെങ്കിൽ തന്നെയും ചെറിയ ചെറിയ കാര്യങ്ങൾ, ഇപ്പം നമുക്കറിയാം, നമ്മുടെ ഇടവക സാധുക്കളായ ആളുകൾക്ക് ഒരു പുര വെക്കാൻ കഴിയാത്ത, ഒരു കുടിൽ കെട്ടാൻ കഴിയാത്ത ആളുകൾക്ക് നമ്മൾ വീട് വെച്ച് കൊടുത്തു. നേരത്തെ വീട് വെച്ച് കൊടുത്തു. ആ വീട്ടിൽ കഴിയുന്ന സഹോദരിയുടെയും കുഞ്ഞുങ്ങളുടെയും സ്നേഹവാത്സല്യങ്ങൾ ഞാൻ ഏറ്റവും അടുത്തറിയുന്ന ഒരാളാണ്. കാരണം എൻ്റെ അയൽവക്കത്താണ് വീട് വെച്ച് കൊടുത്തത്. ഇപ്പോൾ ഒരു വീടിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നതായി ഞാൻ മനസ്സിലാക്കാൻ കഴിഞ്ഞു. എത്രയോ മഹത്തായ കാര്യം. കാരണം ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം നമുക്കെല്ലാവർക്കും വീടുള്ളവരാണ്. പക്ഷെ മറ്റുള്ളവർക്ക്, കയറിക്കിടക്കാൻ ഇടമില്ലാത്തവർക്ക്, അവരെ കണ്ടെത്തുവാനും ആശ്വസിപ്പിക്കുവാനും അവരുടെ ദുഃഖത്തിൽ പങ്കുചേരുവാനും ഒക്കെ കഴിയുന്ന ഒരവസ്ഥ. അതുപോലെ നിർധനരായിട്ടുള്ള ധാരാളം രോഗികൾക്ക് ഈ ഇടവകയിൽ നിന്നും ആവശ്യത്തിനുള്ള സഹായം, അവർക്ക് ചികിത്സയ്ക്കുള്ള സഹായം, മരുന്ന് വാങ്ങാനുള്ള സഹായം ഒക്കെ ചെയ്യുന്ന ഒരു 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 ആതുര ശുശ്രൂഷ കേന്ദ്രം കൂടിയാണിത്. നമുക്കറിയാവുന്നൊരു കാര്യമുണ്ട്. ഇന്ന് നമുക്ക് ദൈവം തമ്പുരാൻ എല്ലാ സുഖസൗകര്യങ്ങളും തന്നിട്ടുണ്ട്. പക്ഷേ നമുക്ക് ആലോചിക്കേണ്ട ഒരു കാര്യം, ഇന്നും നമ്മുടെ ചുറ്റും നമ്മൾ കണ്ണോടിക്കുമ്പോൾ എത്രയോ മാതാപിതാക്കൾ, എത്രയോ സാധുക്കളായ മാതാപിതാക്കൾ തങ്ങളുടെ കുഞ്ഞിന് കൂലിവേലയ്ക്ക് പോകുമ്പോൾ, ആ കൂലിവേല കഴിഞ്ഞ് ഒരുപക്ഷെ അന്ന് കൂലിപ്പണിയില്ല എങ്കിൽ തങ്ങളുടെ കുഞ്ഞിനൊരു നേരത്തെ ആഹാരത്തിന് വകയില്ലാതെ വിഷമിക്കുന്ന എത്രയോ മാതാപിതാക്കൾ ഇന്നും നമുക്ക് ചുറ്റുമുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാനുള്ള വിവേകം നമുക്കുണ്ടാകണം. ഒരു മാരക രോഗം വന്നാൽ ചികിത്സിക്കാൻ കഴിയില്ലാതെ, കാരണം വലിയ വലിയ ആശുപത്രികളിൽ പോകണമെങ്കിൽ വലിയ വലിയ ഫണ്ട്, വലിയ വലിയ പണം നമുക്ക് ചിലവഴിക്കേണ്ടി വരുന്നൊരു കാലമാണിത്. ആ ചികിത്സിക്കുവാൻ കഴിയില്ലാതെ മാരക രോഗം വരുന്ന കുഞ്ഞുങ്ങളെയും മാറോട് ചേർത്ത് കരയുന്ന എത്രയോ മാതാപിതാക്കൾ ഇപ്പോഴും നമുക്ക് ചുറ്റുമുണ്ട് എന്ന് കണ്ടെത്തുവാനുള്ള, അവരെ കാണുവാനുള്ള ശേഷി നമുക്കുണ്ടാകണം. എന്തിനേറെ പറയുന്നു, സ്കൂൾ തുറക്കുമ്പോൾ, ഇപ്പോൾ മാർച്ച് മാസം, ഇപ്പോൾ ഏപ്രിൽ കഴിഞ്ഞു, അടുത്ത മാസം ജൂണാണ്. സ്കൂൾ തുറക്കുമ്പോൾ അടുത്ത വീട്ടിലെ കുഞ്ഞുങ്ങൾ നല്ല പുത്തനുടുപ്പും പുത്തൻ സഞ്ചിയും പുത്തൻ ബുക്കുകളുമായി സ്കൂളിലേക്ക് പൂമ്പാറ്റകളെ പോലെ പറന്നു ചെല്ലുമ്പോൾ തങ്ങളുടെ കുഞ്ഞിനൊരു പുത്തൻ ഉടുപ്പ് വാങ്ങിക്കൊടുക്കാൻ, നല്ലൊരു ബുക്ക് വാങ്ങിക്കൊടുക്കാൻ, നല്ലൊരു ബാഗ് വാങ്ങിക്കൊടുക്കാൻ പണമില്ലാതെ വിഷമിക്കുന്ന എത്രയോ മാതാപിതാക്കൾ ഇപ്പോഴും നമുക്ക് ചുറ്റുമുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയണം. നമ്മുടെ രാജ്യം, നമ്മുടെ സമൂഹമൊന്നും ഒരിക്കലും മെച്ചപ്പെട്ടതല്ല. പട്ടിണി കൊണ്ട് വലയുന്ന ആളുകൾ, പട്ടിണിയുടെ കണക്കൊക്കെ പറഞ്ഞാൽ ഞാൻ ഒരുപാട് നേരം സംസാരിക്കേണ്ടി വരും. അങ്ങനെയുള്ളവരെയൊക്കെ കണ്ടെത്തി സഹായിക്കുന്നതാണ്
യഥാർത്ഥമായ ദൈവവിശ്വാസം ദൈവം തമ്പുരാൻ, യേശു തമ്പുരാൻ ഒക്കെ ആഗ്രഹിക്കുന്നത് അങ്ങനെയുള്ള പ്രവർത്തനങ്ങളാണ്. അതാണ് യഥാർത്ഥമായ ദൈവവിശ്വാസം. അത് കണ്ടെത്താൻ കഴിയുന്നതാണ് നമ്മുടെ ഇടവക ചെയ്യുന്ന ഏറ്റവും മഹത്തായ കാര്യങ്ങൾ. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇടവകയുടെ പ്രവർത്തനങ്ങൾ ഓരോ ദിവസവും കഴിയുന്തോറും, ഓരോ വർഷവും കഴിയുന്തോറും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായിട്ടാണ് നമ്മൾ മുന്നോട്ട്. യഥാർത്ഥമായ ദൈവ വിശ്വാസ പ്രവർത്തനങ്ങൾ, ദൈവത്തെ അറിഞ്ഞുകൊണ്ടുള്ള, ദൈവം ആഗ്രഹിക്കുന്ന, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ദൈവം ആഗ്രഹിക്കുന്ന പ്രവർത്തനങ്ങൾ, അവൻ നിശ്ചയിച്ചിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നു, നമ്മുടെ ഇടവക ചെയ്യുന്നു, നമ്മുടെ ഇടവകങ്ങൾ ചെയ്യുന്നു. അതാണ് ഏറ്റവും മാതൃകാപരമായ കാര്യം. അതിലേറ്റവും കൂടുതൽ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്ന ബഹുമാന്യനായ ശ്രീ മേളാമ്പറമ്പിൽ ഡോക്ടർ കുര്യൻ ജോണിനെ ഇന്ന് ഇവിടെ ആദരിക്കുവാനാണ് ഈ സമ്മേളനം പ്രത്യേകമായി വിളിച്ചു ചേർത്തിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് സർവശക്തൻ എല്ലാ അനുഗ്രഹങ്ങളും ചൊരിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എന്നിൽ നിക്ഷിപ്തമായിട്ടുള്ള കർത്തവ്യം ജീവകാരുണ്യ ഫണ്ട് വിതരണം ശ്രീ ഇടത്തുണ്ടിൽ തങ്കച്ചൻ ജോർജ് മുൻപോട്ട് കടന്നു വരേണ്ടതാണ്. സമീപ ഇടവകയായ പന്തളം മർത്തോമ പള്ളിയുടെ പുതിയ വികാരി ബഹുമാനപ്പെട്ട സി ജോസഫ് അച്ഛൻ ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. വളരെ സന്തോഷത്തോടെ ഈ ദേശത്തേക്കും നമ്മുടെ ഇടവിലേക്കും സ്വാഗതം ചെയ്യുന്നു. ഇവിടെ ഒരു വിവാഹ സഹായ നിധി വിതരണം അത് ഉദ്ഘാടനം ചെയ്യാൻ തക്കോണം ബഹുമാനപ്പെട്ട അച്ഛനെ ക്ഷണിക്കുന്നു. ഒരു വാക്ക് പറഞ്ഞുകൊണ്ട് ആ കർത്തവ്യം നിർവഹിക്കണമെന്ന് അപേക്ഷിക്കുന്നു. പുല്ലമ്പള്ളിയിൽ വടക്ക് ശ്രീ രഞ്ജി ജോയി 6 ലക്ഷം രൂപ NRI അസോസിയേഷൻ നൽകിയതാണ് വിവാഹ സഹായ നിധിയായി ഇപ്പോൾ ഇവിടെ വെച്ച് നൽകുന്നത്. പന്തളം സെൻറ്റ് ജോർജ് ഇടവകയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് എല്ലാ ഭാവുകങ്ങളും അറിയിച്ചുകൊണ്ട് പന്തളം മാർത്തോമ ഇടവകയുടെ എല്ലാ സ്നേഹ ആദരവുകളും അറിയിച്ചുകൊണ്ട് എന്നെ ഇതിലേക്ക് ക്ഷണിച്ചുള്ള സന്തോഷം അറിയിച്ചുകൊണ്ട് ഈ ശുശ്രൂഷ ഏറ്റവും അനുഗ്രഹകരമായിട്ട് തുടരാൻ ദൈവം തുടർന്നും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം ഇടവകയും ഇടവകയിലൂടെ ചെയ്യുന്ന എല്ലാ ശുശ്രൂഷകളെയും ആശീർവദിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശ്രീ രഞ്ജി ജോയിക്കോടുള്ള NRI അസോസിയേഷൻ്റെ നന്ദിയും സ്നേഹവും ഈ അവസരത്തിൽ അറിയിക്കുന്നു. ഈ സഹായനിധി തന്ന പുല്ലമ്പള്ളി വടക്കേതിൽ രഞ്ജി ജോയി ഫാമിലിക്കും വിശുദ്ധ ഗീവർഗീസുകാരുടെ നാമത്തിലും പന്തളം മറത്തിൽ സെൻറ്റ് ജോർജ് ഓർത്തഡോക്സ് മഹായിടവയിലെ NRI ആൻഡ് റിട്ടേൺ അസോസിയേഷൻ്റെ നാമത്തിലും നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. അടുത്തതായിട്ട് തയ്യൽ മിഷൻ വിതരണം നിർവഹിക്കുവാനായിട്ട് പന്തളം നഗരസഭ അധ്യക്ഷ ശ്രീമതി TK സതി അവരെ ക്ഷണിക്കുന്നു. തയ്യൽ മെഷീൻ വിതരണത്തിലുള്ള സാമ്പത്തിക സഹായം നൽകിയിരിക്കുന്നത് ശ്രീ റെജി ജോൺ പുറന്തറയിലും ശ്രീ ജിജി ജോൺ പേട്ടക്കുളം ജിജി ഭവനുമാണ്. അവരോടുള്ള നന്ദി അറിയിക്കുകയാണ്. വിശുദ്ധ ഗീവർഗീസതയുടെ നാമധേയത്തിലുള്ള ഈ ദേവാലയത്തിൽ എത്തിച്ചേരാൻ സാധിച്ചതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു. ഇത് 2ാമത്തെ പ്രാവശ്യമാണ് ഈ പള്ളിയുടെ പരിപാടിയിൽ പങ്കെടുക്കുന്നത്. എന്നെ ഇവിടേക്ക് ക്ഷണിച്ച ഇതിൻ്റെ എല്ലാ സംഘാടകർക്കും ഞാൻ ആദ്യമായിട്ട് നന്ദി പറയുന്നു. ഒരു പ്രവാസികളുടെ ഒരു കൂട്ടായ്മയുടെ ഫലം ആണ് ഇന്ന് നമ്മുടെ ഈ ഒത്തുചേരൽ. കാരണം പ്രവാസികളുടെ ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. ജീവകാരുണ്യ പ്രവർത്തനം നടത്താൻ എല്ലാവരെയും കൊണ്ട് സാധിക്കത്തില്ല. നമ്മുടെ സാറ് പറഞ്ഞതുപോലെ ദൈവപ്രസാദം ഉള്ളവർക്കായിരിക്കാം ഇങ്ങനെയൊക്കെ ഒരു മനോവിചാരം ഉണ്ടാകുന്നത്. കാരണം നമ്മൾ ഒരുപാട് ആർഭാടത്തിന് നമ്മൾ ഒരുപാട് പൈസ ചിലവാക്കുന്നു. അപ്പം പ്രയാസം അനുഭവിക്കുന്നവരെ, മറ്റുള്ളവരുടെ പ്രയാസം നമ്മുടെ പ്രയാസമാണെന്ന് കണ്ടുകൊണ്ട് അവരെ സഹായിക്കുന്നതിൽ ദൈവം തീർച്ചയായിട്ടും ആ കുടുംബത്തിന് എല്ലാവിധ ഐശ്വര്യം തരും. കാരണം ഈ വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന ഒരു കൂട്ടം നല്ലവരായ ആളുകളുടെ അധ്വാനത്തിൻ്റെ ഒരു വിഹിതം മാറ്റിവെച്ചിട്ട് ഇതുപോലെ പാവങ്ങൾക്ക് വേണ്ടി സഹായിക്കുക എന്നുള്ളത് ഏറ്റവും ദൈവിക കാര്യമാണ്. അത് നമ്മുടെ പുതിയ തലമുറയ്ക്കും ഒരു മാതൃകയാകട്ടെ എന്ന് ഞാൻ ഇവിടെ പറയുകയാണ്. അതുപോലെ ഈ പെരുന്നാളിൻ്റെ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ ഈ ചെറിയ വാക്ക് ഇവിടെ നിർത്തുന്നു. നന്ദി. തയ്യൽ മിഷൻ വിതരണം
ഉദ്ഘാടനം ചെയ്ത ശ്രീമതി പന്തളം നഗരസഭാ അധ്യക്ഷ ശ്രീമതി സതിയോടുള്ള നന്ദി കടപ്പാട് അറിയിക്കുന്നു. ഇത് ഏറ്റുവാങ്ങുവാൻ വേണ്ടി ഈ ഇടവകയിലെ 2 ഇടവകകൾക്കാണ് നൽകപ്പെടുന്നത്. ലാ സ്റ്റീഫൻ ബിൽസ് ഭവനും ജിജി സജി മുളയ്ക്കാമട്ടു എന്നിവർ മുമ്പോട്ട് കടന്നു വന്ന് ഇത് ഏറ്റുവാങ്ങണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു. വസ്ത്ര വിതരണം നമ്മുടെ ഇടവകവും താപ്പൂർ വൈദിക സെമിനാരിയുടെ വൈസ് പ്രിൻസിപ്പൽ കൂടിയായിരിക്കുന്ന ഡോക്ടർ ഷാജി പി ജോണച്ചനെ അതിനായിട്ട് ക്ഷണിക്കും. പന്തളം സെയിൻറ്റ് ജോർജ് ഇടവകയുടെ ഈ പ്രവർത്തനങ്ങളെയൊക്കെയും പ്രത്യേകമായിട്ട് ശ്ലാഘിക്കുന്നു. ഇതിന് നേതൃത്വം കൊടുക്കുന്ന വികാരിയച്ഛനെ, അതേപോലെ തന്നെ മറ്റ് പ്രവർത്തകർക്കൊക്കെയും ദൈവാനുഗ്രഹവും കൂടുതൽ പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിനാവശ്യമായിരിക്കുന്ന ശക്തിയും ലഭിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ശ്രീമതി ശാന്തി മുൻപോട്ട് കടന്നു വരുവാൻ ക്ഷണിക്കുന്നു. 4-5 വ്യക്തികൾക്കുള്ള വസ്ത്രമാണ് നൽകപ്പെടുന്നത്. ഈ ഇടവകയിലെ സെർവൻ്റ് കൂടിയായിരിക്കുന്ന ശാന്തിയെ മുൻപോട്ട് ഇത് ഏറ്റു. പന്തളം നഗരസഭ കൗൺസിലർ ശ്രീ KV പ്രഭ ആശംസയ്ക്കായിട്ട് ക്ഷണിക്കുന്നു. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ നല്ലവർക്കും നമസ്കാരം. എൻ്റെ പൊതുപ്രവർത്തനത്തിൽ തുടക്കം ഈ ഒരു ദേവാലയത്തിൽ നിന്നാണ് എന്ന് പറയുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. ആദ്യമായി ഞാൻ ഇലക്ഷൻ മത്സര രംഗത്തേക്ക് എത്തുമ്പോൾ എൻ്റെ നോമിനേഷനുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് നീങ്ങുമ്പോൾ ആദ്യം എന്നെ സഹായിച്ച് എന്നെ അനുഗ്രഹിച്ച ഫാദർ PC ചാക്കോ ചക്കാലച്ചനാണ്. രണ്ടാമതും അദ്ദേഹം തന്നെയായിരുന്നു. അദ്ദേഹത്തിൻ്റെ എല്ലാ ചൈതന്യവും ഇതിലുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിച്ചിരിക്കുകയാണ്. 5 വർഷം കഴിഞ്ഞുള്ള എൻ്റെ ഒരു ഇടവേള കഴിഞ്ഞ വർഷത്തിലെ മത്സരത്തിൽ എൻ്റെ ഈ ദേശം വിട്ട് പുരമ്പാല ഭാഗത്തേക്ക് ചെന്നപ്പോൾ ഏകദേശം വലിയ ഒരു ഭാരമാണ് ഞാൻ എടുക്കാൻ പോയത്. ആ സമയത്ത് എന്നെ ഏറ്റവും കൂടുതൽ ഈ വിജയം എനിക്ക് സമ്മാനിക്കാനുള്ളത് ശ്രീ ക്രിസോസ്റ്റം വലിയ മെത്രാപ്പൊലീത്തയ്ക്കാണ്. ഞാൻ ആദ്യമായി അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നിട്ട് ഞാൻ പന്തളത്തുനിന്ന് വരുന്നു, പുരമ്പാല ദേശത്ത് മത്സരിക്കാൻ പോവുകയാണ്. ഞങ്ങൾ ഏകദേശം ഒരു 3/4 മണിക്കൂറോളം സംസാരിച്ചു. സംസാരത്തിൻ്റെ കാര്യത്തിൽ ആരായാലും ശിശുക്കളായി പോകുന്ന സംസാരത്തിൻ്റെ ആ പാഠവം അനുഭവിച്ചറിയുക വളരെ വലുതാണ്. ഏകദേശം 33 എന്ന സംഖ്യയിൽ നിന്നും 308 എന്നുള്ള വലിയ സംഖ്യയിലേക്കാണ് ഞാൻ നീങ്ങിപ്പോയത്. ആ ഒരു കാരുണ്യം അതായിരിക്കാം എൻ്റെ ഈ ഒരു അവസ്ഥയിലേക്ക് നീങ്ങിയത്. അന്ന് അവിടെ വെച്ച് എന്നോട് പറഞ്ഞ ഒറ്റ ഒരു കാര്യം, ഇത് നമുക്കെല്ലാവർക്കും, എൻ്റെ സഹപ്രവർത്തകർക്കും എല്ലാ അംഗങ്ങൾക്കും അതൊരു പാഠമായി തീരുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞത്, ഞാൻ എഴുതിയെടുത്തൊരു സംഭവമാണ്. അദ്ദേഹം പറഞ്ഞത്, ദൈവം പറഞ്ഞു അവനവൻ ഇരിക്കുന്ന വിധാനങ്ങളെ അലങ്കരിക്കുക, അത് കർമ്മമാണ്. ദൈവം പറഞ്ഞു അവനവൻ ഇരിക്കുന്ന വിധാനങ്ങളെ അലങ്കരിക്കുക, അത് കർമ്മമാണ് എന്ന് പറയുമ്പോൾ ഈ വാക്കുമായിട്ട് നമുക്ക് ബന്ധപ്പെടുത്തി മുന്നോട്ട് നീങ്ങുമ്പോൾ ഏകദേശം ഇതേപോലെ തന്നെ ഉള്ളൊരു വാക്കാണ് നമ്മുടെ മുൻ രാഷ്ട്രപതി ഡോക്ടർ അബ്ദുൽ കലാം പറഞ്ഞത്. ഒരു പൊതുപ്രവർത്തകൻ എന്ന ഒരു വ്യക്തിത്വത്തിലേക്ക് ഒരാൾ നീങ്ങണമെന്നുണ്ടെങ്കിൽ, സൂര്യനെ പോലെ പ്രകാശിക്കണമെങ്കിൽ സൂര്യനെ പോലെ എരിയണമെന്നാണ്. ഈ സമൂഹത്തിൻ്റെ മുൻപിൽ പൊതുപ്രവർത്തകരായാലും മറിച്ച് ഏത് നല്ല പ്രവൃത്തി ചെയ്യുന്നവരായാലും നല്ല പ്രകാശം, ഈ ഒരു പകല് മൊത്തത്തിൽ പ്രകാശം തരുന്ന ആ സൂര്യനെ പോലെ പ്രകാശിക്കണമെങ്കിൽ പൊതുപ്രവർത്തനത്തിൽ സത്യസന്ധതയും മാന്യതയും കൊണ്ട് സൂര്യനെ പോലെ എരിഞ്ഞെങ്കിൽ മാത്രമേ ഈ സമൂഹത്തിൻ്റെ മുമ്പിൽ നമുക്ക് എന്തെങ്കിലും നേടാൻ കഴിയുകയുള്ളൂ. ഈ ഒരു ദേവാലയത്തിൽ വീണ്ടും തൊട്ടടുത്ത താമസിക്കുന്നുവെങ്കിലും ഈ ഒരു ദേവാലയത്തിലേക്ക് വീണ്ടും പരിപാടികളുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും ബന്ധപ്പെടുവാൻ സാധിച്ചതിൽ ദൈവം തമ്പുരാൻ നിങ്ങളെ എല്ലാവരെയും സഹായിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു പെരുന്നാൾ ആഘോഷത്തിൽ ഞാനും എൻ്റെ കുരമ്പാല ദേശവും എല്ലാവരുടെയും പെരുന്നാൾ ആശംസ നൽകിക്കൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. കൗൺസിലർ മഞ്ജു
വിശ്വനാഥ്. അറത്തിൽ സെൻറ്റ് ജോർജ് ഓർത്തഡോക്സ് ഇടവക വലിയ പെരുന്നാളിനോടനുബന്ധിച്ച് NI റിട്ടേൺസിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന 6ാമത് അവാർഡ് ദാന ചടങ്ങിൽ പങ്കെടുക്കുവാനും 2 വാക്ക് സംസാരിക്കുവാനും കഴിഞ്ഞതിൽ ജഗദീശ്വരനോട് പ്രാർത്ഥിക്കുന്നു. വലിയ ഒരു സമ്മേളനമായിരുന്നു. കാരണം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, വിവിധ തരത്തിലുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുവാനും അതിൻ്റെ മഹത്തായ ഒരു സാന്നിധ്യം അറിയിക്കുവാനും ഈ ഇടവകയ്ക്ക് കഴിഞ്ഞതിൽ വളരെയധികം അഭിമാനവും തോന്നുന്ന ഒരു അവസരമാണിത്. തുടർന്നും ഈ ഇടവകയ്ക്കും NRI റിട്ടേൺസിനും അസോസിയേഷനും ഇനിയും കൂടുതൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുവാനും പങ്കാളികളാകുവാനും കഴിയട്ടെ എന്നും ഈ പരിശുദ്ധമായ ദേവാലയത്തിൽ എത്തി ഈ മഹനീയമായ ഈ ചടങ്ങിന് സാന്നിധ്യം വഹിക്കുവാനും കഴിഞ്ഞതിൽ ജഗദീശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ചടങ്ങിന് എല്ലാവിധ ആശംസകളും ആശീർവാദവും ചൊരിഞ്ഞുകൊണ്ട് എൻ്റെ ഈ വാക്കുകൾ അടിവരയിടുന്നു. നമസ്കാരം. കുമാരി മെറിൻ ചാക്കോ സംഗീതം ആലപിക്കുന്നതായിരിക്കും. ഇതുപോലെ എന്നെ നീ സ്നേഹിച്ചിടാനായി, ഇതുപോലെ എന്നിൽ നീ നന്മകളേകിടാൻ, ഇല്ലെന്നിൽ യോഗ്യതയൊന്നും ഇല്ലെന്നിൽ ആർദ്രതയൊന്നും, തവ കൃപ മാത്രം നാഥ, തവ കൃപ മാത്രം നാഥ. തവ ഇതുപോലെ തീരാൻ തുണയുന്നരുളൂ നാഥ. തവ ഇതുപോലെ അരികിൽ വരണേ കരുണാമയനേ, അരികിൽ വരണേ കരുണാമയനേ. ഇതുപോലെ എന്നെ നീ സ്നേഹിച്ചിടാനായി, ഇതുപോലെ എന്നിൽ നീ നന്മകളേകിടാൻ, ക്രൂശിൽ നീ തന്നല്ലോ ജീവൻ ബലിയായി, പകരം ഞാൻ നൽകിടാം എന്നെ മുഴുവൻ. ക്രൂശിൽ നീ തന്നല്ലോ ജീവൻ ബലിയായി, പകരം ഞാൻ നൽകിടാം എന്നെ മുഴുവൻ. നൽകുന്നൻ ആയുസ് മുഴുവൻ, നേകുന്നൻ സാധ്യത മുഴുവൻ, ഇനിയെന്നും ഞാൻ ഈശോ, ഇനിയെന്നും ഞാൻ നാഥ. തവ ഇതുപോലെ തീരാൻ തുണയുന്നരുളൂ നാഥ. തവ ഇതുപോലെ അരികിൽ വരണേ കരുണാമയനേ, അരികിൽ വരണേ കരുണാമയനേ. ഇതുപോലെ എന്നെ നീ സ്നേഹിച്ചിടാനായി, ഇതുപോലെ എന്നിൽ നീ നന്മകളേകിടാൻ, ഇല്ലെന്നിൽ യോഗ്യതയൊന്നും ഇല്ലെന്നിൽ ആർദ്രതയൊന്നും, തവ കൃപ മാത്രം നാഥ, തവ കൃപ മാത്രം നാഥ. തവ ഇതുപോലെ തീരാൻ തുണയുന്നരുളൂ നാഥ. തവ ഇതുപോലെ അരികിൽ വരണേ കരുണാമയനേ, അരികിൽ വരണേ കരുണാമയനേ. പന്തളം നഗരസഭാ കൗൺസിൽ കൂടിയായിരിക്കുന്ന സുനിത വേണു.
ഇവിടെ ഇന്ന് എന്നെ ഈ ചടങ്ങിലേക്ക് ക്ഷണിച്ച എല്ലാവർക്കും എൻ്റെ നന്ദി അറിയിക്കുന്നു. എനിക്ക് ഈ ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ അനുഗ്രഹിച്ച ദൈവത്തിനും ഞാൻ നന്ദി പറയുന്നു. പിന്നെ ഇന്നിപ്പം നമ്മുടെ സമൂഹത്തിൽ നിന്നും മാഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് സഹജീവികളോട് സ്നേഹവും കാരുണ്യവും ഒക്കെ. ആ അവസരത്തിൽ ഈ NRI റിട്ടേൺസ് അവർ നൽകുന്ന സ്നേഹവും ഈ അവാർഡ് ദാനവും സഹജീവികളെ സഹായിക്കാനുള്ള മനസ്സും ഇവർക്ക് വരും വർഷങ്ങളിലും ജഗദീശ്വരൻ നൽകട്ടെ എന്നും ഈ പ്രോഗ്രാമിന് സകലവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഇടവക ട്രസ്റ്റി ശ്രീ വർഗീസ് ദാനിയൽ. ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കഴിഞ്ഞ 3 വർഷമായി ഇടവകയെ നയിച്ചുകൊണ്ടിരിക്കുന്ന അധ്യക്ഷപദം അലങ്കരിച്ച നമ്മുടെ ഇടവകാരി ഫാദർ ജിബു ഫിലിപ്പച്ചൻ, അതുപോലെ അനുഗ്രഹ പ്രഭാഷണം നടത്തിയ ഭാഗ്യവാനായ ഡോക്ടർ റവറൻ ഫിലിപ്പോസ് ക്രിസോസ്റ്റം മെത്രാപ്പോലീത്ത, ഭാഗ്യവാനെന്ന് പറയാൻ കാരണം ഈ 99 വർഷം ജീവിച്ചിരുന്നത് കൊണ്ടാണ് ഈ NRIയുടെ ഒരു പരിപാടിയിൽ സംബന്ധിക്കുവാൻ സാധിച്ചത്. NRIയുടെ കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു 7-8 വർഷമായിട്ടുള്ളൂ. ഇത്രയും നാളും ജീവിച്ചതുകൊണ്ട് നമ്മുടെ ഒരു NRIയുടെ പരിപാടിയിൽ വന്ന് സംബന്ധിക്കുവാൻ ഭാഗ്യം കിട്ടിയ ഡോക്ടർ ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റം മെത്രാപ്പോലീത്ത, നമ്മുടെ ഇടവക ഷാജി പി ജോൺ അച്ഛന്, മർത്തോമ ഇടവക വികാരി തേക്കിൽ അച്ഛന്, മറ്റ് വിശിഷ്ട അതിഥികൾ, നമ്മുടെ പന്തളം നഗരസഭാ അതിഥി സതി, KB പ്രഭ, മഞ്ജു വിശ്വനാഥ്, സുനിത വേണു, ഇവരോടുള്ള സ്നേഹവും നന്ദിയും അറിയിക്കുകയാണ്. ഞാൻ ഈ പള്ളിയിൽ നിന്ന് പടിഞ്ഞാട്ട് നോക്കുമ്പോൾ അവിടെ കാണുന്ന ഒരു ഫോട്ടോ ഉണ്ട്, വിശുദ്ധ ഗീവർഗീസയുടെ ഒരു ഫോട്ടോ. ഒരു സാധാരണ മനുഷ്യനായി ജീവിച്ച് ഒരു പട്ടാളക്കാരനായിട്ട് ഒരു സഹതായായി മാറിയ ഒരു ട്രാൻസ്ഫോർമേഷൻ. ഇത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സംഭവിച്ച ഒരു ട്രാൻസ്ഫോർമേഷനാണ്. കാലം പുരോഗമിച്ചു, ലോകം കമ്പ്യൂട്ടർവൽക്കരണം നടന്നു. ഇന്ന് എല്ലാവർക്കും നല്ല വസ്ത്രങ്ങളും നല്ല സാമ്പത്തികവുമായി. കഴിഞ്ഞ കാലങ്ങളിൽ ഇങ്ങനെയുള്ളൊരു ട്രാൻസ്ഫോർമേഷൻ നടന്നിരുന്നു. ഇന്ന് എനിക്ക് നമ്മുടെ സഭയോടൊക്കെ ചോദിക്കാനുള്ള കാര്യം, ഇന്നെന്തുകൊണ്ട് ഒരു ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നില്ല? ഇന്നൊരു നെഗറ്റീവ് ട്രാൻസ്ഫോർമേഷനാണ് നടക്കുന്നത്. നമ്മൾ വിചാരിക്കുന്ന പല സഹോദരന്മാർ, നമ്മൾ വിചാരിക്കുന്ന പലരും സാധാരണ മനുഷ്യരായിട്ട് മാറുന്ന ഒരു ട്രാൻസ്ഫോർമേഷൻ. പണ്ടതല്ല, വർഷങ്ങൾക്ക് മുമ്പ് അവരുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് അവരുടെ ജീവിത മൂല്യങ്ങളുടെ ആ ലക്ഷ്യം വെച്ച് അന്നൊരു ട്രാൻസ്ഫോർമേഷൻ നടന്നിരുന്നു. പല സാധാരണ മനുഷ്യരും സഹോദരന്മാരും വിശുദ്ധന്മാരുമായിട്ട് മാറിയിരുന്നു. ഇന്ന് കാലം പുരോഗമിച്ചു, മനുഷ്യൻ ആധുനിക ലോകത്തിലേക്ക് വളർന്നു. പക്ഷേ നെഗറ്റീവ് ട്രാൻസ്ഫോർമേഷനിലേക്ക് വന്നുകൊണ്ടിരിക്കുക. ഞാൻ കാര്യത്തിൽ കിടക്കട്ടെ. ഏതാണ്ട് 7-8 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഇടവയ്ക്ക് വേണ്ടി ആരംഭിച്ച NRI അസോസിയേഷൻ, NRI ആൻഡ് NRI റിട്ടേൺ അസോസിയേഷൻ, പല പല കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിച്ച് ഞങ്ങൾ ഗൾഫിൽ ജോലി ചെയ്യുമ്പോൾ എല്ലാവരുമായിട്ട് ഒത്തൊരുമിച്ച് തുടങ്ങിയ ഒരു പ്രസ്ഥാനം. അത് 6-7 വർഷമായിട്ട് ഈ രീതിയിലൊക്കെ പ്രവർത്തിക്കുവാൻ സാധിച്ചു. ദൈവത്തിനോടുള്ള നന്ദി അറിയിക്കുന്നു. ഇവിടെ വന്ന് ഈ അവാർഡൊക്കെ ഏറ്റുവാങ്ങിയ എല്ലാവരോടുമുള്ള ആശംസ അറിയിക്കുന്നു. ഇടവകയിലെ എല്ലാ NRI പ്രതിനിധികൾ, മരുഭൂമിയിൽ ജീവിക്കാൻ വേണ്ടി ജീവിതം പണയപ്പെടുത്തി അധ്വാനിക്കുന്നവർ. കാര്യം ശരിയാണ്, നിങ്ങളിവിടെ നിന്ന് കാണുമ്പോൾ പറയും NRIക്കാരെല്ലാം അങ്ങനെ ഇങ്ങനെയാണ്. പക്ഷേ അവരുടെ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങൾ ഇവിടുന്ന് അങ്ങനെ ചുരുക്കം ആൾക്കാർ പോയി മനസ്സിലാക്കിയിട്ടുള്ളൂ. ബൈബിളിലുണ്ട് മരുഭൂമിയുടെ ചരിത്രവും പ്രവാസികളുടെ ബൈബിൾ തുടങ്ങുന്നത് തന്നെ പ്രവാസ ജീവിതമാണ്. പക്ഷെ അത് എത്ര പേര് വായിച്ചിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. പ്രസംഗിക്കുന്നതൊക്കെ വേറെ രീതിയാണ്, പക്ഷേ ബൈബിൾ തന്നെ പ്രവാസത്തിൻ്റെ ചരിത്രമാണ്. നമ്മൾ ഇനിയും കാത്തിരിക്കുന്ന ഒരു പ്രവാസ ലോക ജീവിതത്തിന് വേണ്ടിയാണ്, സ്വർഗരാജ്യം. എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇടവകയുടെ എല്ലാ ആശംസകളും എല്ലാവർക്കും നേരുന്നു. ഇടവക സെക്രട്ടറി
മിസ്റ്റർ MK ജോസ് ഇപ്പോൾ എല്ലാവർക്കും നന്ദി അർപ്പിക്കും. ഈ ചെറിയവരിൽ ഒരുവന് ചെയ്യുന്നത് നിങ്ങൾ എനിക്കാവുന്നു ചെയ്യുന്നതെന്ന കർത്തൃവചനത്തെ ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന NRI അസോസിയേഷൻ്റെ 6ാമത് ജോർജിയൻ അവാർഡ് ദാനത്തിൽ വന്നു ചേർന്ന ഏവർക്കും നന്ദി അറിയിക്കുക എന്നുള്ള കർത്തവ്യത്തിലേക്ക് ഞാൻ കിടക്കുകയാണ്. ഇന്നത്തെ യോഗത്തിൻ്റെ അധ്യക്ഷ പദവി അലങ്കരിച്ച ഇടവകയുടെ ആരാധ്യനായ വികാരി റവറൻ ഫാദർ ജുബു ഫിലിപ്പിന് അസോസിയേഷൻ്റെ നാമത്തിലുള്ള നന്ദി അറിയിക്കുന്നു. ഈ യോഗം ഉദ്ഘാടനം ചെയ്യുകയും അനുഗ്രഹ പ്രഭാഷണം നൽകി നമ്മെ അനുഗ്രഹിച്ച മാർത്തോമാ സഭയുടെ വലിയ മെത്രാപ്പൊലീത്ത മോസ്റ്റ് റവറൻ ഡോക്ടർ ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റം വലിയ മെത്രാപ്പൊലീത്തായ്ക്ക് അസോസിയേഷൻ്റെ നാമത്തിലുള്ള നന്ദി അറിയിക്കുന്നു. ധാരാളം ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തി ഈ സമൂഹത്തെ ഉദ്ധരിച്ചുകൊണ്ടിരിക്കുന്ന മേളം ചാരിറ്റീസിൻ്റെ ചെയർമാൻ പത്മശ്രീ ഡോക്ടർ കുര്യൻ ജോൺ മേളാമ്പറമ്പിലിന് അസോസിയേഷൻ്റെ നാമത്തിലുള്ള കൃതജ്ഞത അർപ്പിക്കുകയാണ്. ജീവകാരുണ്യ ഫണ്ട് വിതരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച കേന്ദ്ര ന്യൂനപക്ഷ സമിതി അംഗം ശ്രീ സക്കീർ തൈക്കൂട്ടത്തിനോടുള്ള അസോസിയേഷൻ്റെ കൃതജ്ഞത അർപ്പിച്ചുകൊള്ളുന്നു. വിവാഹ സഹായ നിധി വിതരണം ചെയ്ത് സംസാരിച്ച പന്തളം മാർത്തോമ്മ ചർച്ചിൻ്റെ വികാരി റവറൻ സി ജോസഫിനോടുള്ള നന്ദി അറിയിക്കുന്നു. തയ്യൽ മിഷൻ വിതരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച പന്തളം നഗരസഭാ അധ്യക്ഷ ശ്രീമതി TK സതിയോടുള്ള അസോസിയേഷൻ്റെ നന്ദി അറിയിക്കുന്നു. വസ്ത്രവിതരണം ചെയ്ത് സംസാരിച്ച ഇടവാംഗവും നാഗ്പൂർ സെൻറ് തോമസ് ഓർത്തഡോക്സ് സെമിനാരിയുടെ വൈസ് പ്രിൻസിപ്പളുമായ റവറൻ ഡോക്ടർ ഫാദർ ഷാജി P ജോണിനോടുള്ള നന്ദി അറിയിക്കുന്നു. ആശംസാ പ്രസംഗങ്ങൾ നടത്തിയ പന്തളം നഗരസഭാ കൗൺസിലർ ശ്രീ KV പ്രഭ, ശ്രീമതി മഞ്ജു വിശ്വനാഥ്, ശ്രീമതി സുനിത വേണു എന്നിവരോടുള്ള നന്ദി അറിയിക്കുന്നു. ഇടവ ആശംസാ പ്രസംഗം നടത്തിയ ഇടവ ട്രസ്റ്റി ശ്രീ വർഗീസ് ദാനിയനോടുള്ള നന്ദി അറിയിക്കുന്നു. ഇനിയും ഗാനങ്ങൾ ആലപിച്ചവർ ഡോക്ടർ കുര്യൻ ജോണിൻ്റെ ലഘു ജീവിതരേഖ ചരിത്രം പറഞ്ഞ ശ്രീ ബെന്നി മാത്യു, മീഡിയ സുഹൃത്തുക്കൾ, ലൈറ്റ് ആൻഡ് സൗണ്ട്, NRI ഭാരവാഹികൾ, സാമ്പത്തിക സഹായം നൽകിയവർ, ഇടവ മാനേജിംഗ് കമ്മിറ്റി മെമ്പേഴ്സ്, ഇടവ അംഗങ്ങൾ, ഇവിടെ വന്നിട്ടുള്ള എല്ലാവർക്കും NRI അസോസിയേഷൻ്റെ നന്ദി അറിയിച്ചുകൊണ്ട് എല്ലാവർക്കും പെരുന്നാൾ ആശംസകളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം.